Welcome to the fourth lecture under DC machines. Okay. Last ക്ലാസ്സിലെ ട്യൂഷൻ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. Okay. So first question. In a DC machine, 72 number of coils are used. What is the number of commutator segments required? 72, 36, 16, 8. ആൻസർ ഒന്നും കണ്ടില്ല. Okay, ഒരു ആൻസർ ഇല്ല തോന്നുന്നു. സോ ദ ആൻസർ ഈസ് 72. ഇപ്പൊ എത്ര കോയിൽ ഉണ്ടോ അത്ര കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസിക്കലി 72 ആണെങ്കിൽ 72 എന്നുള്ള രീതിയിൽ വരും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, which of the following windings are necessary in case of all DC machines? Closed winding, lap winding, wave winding, open type winding. You can answer. Okay. ഒരാൾ ആൻസർ ചെയ്തിട്ടുണ്ട് ക്ലോസ്ഡ് വൈൻഡിങ്. ദാറ്റ്സ് എ കറക്റ്റ് ആൻസർ. DC വൈൻഡിങ്സ് എല്ലാം ക്ലോസ്ഡ് വൈൻഡിങ്സ് ആയിരിക്കണം എന്നുള്ളതാണ് മെയിൻ കണ്ടീഷൻ. അതിൽ ലാപ്പ് ആവാം, വേവ് ആവാം, അത് വേറെ കാര്യം. മെയിൻ ആയിട്ട് ചോദ്യം എന്തായിരുന്നത് നെസസറി ആണ് ചോദിച്ചത്. സോ ഇറ്റ് ഷുഡ് ബി ക്ലോസ്ഡ് ഓൺ ഇറ്റ് സെൽഫ്. തേർഡ് ക്വസ്റ്റ്യൻ, which of the following represents the commutator pitch? Number of conductors spanned by one coil at the back end of the armature, number of conductors spanned by one coil at the front end of the armature, the distance between the starting of first coil and its next successive coil, number of commutator segments between two successive coils. സിമ്പിൾ ആണ്. ഇതിൽ പ്രത്യേകിച്ച് വലുതായിട്ട് ആലോചിക്കുന്നു വേണ്ട, കാരണം കമ്മ്യൂട്ടേറ്റർ പിച്ച് ആണ്. സോ ഇതിലെ കമ്മ്യൂട്ടേറ്റർ റിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇതിലൊരു കൺഫ്യൂഷൻ വരേണ്ട ആവശ്യം ഇല്ലായിട്ടില്ല എന്ന് തോന്നുന്നു. വായിക്കാൻ സമയമെടുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓരോന്നും ഓരോ പിച്ചിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. എന്താ ബാക്ക് പിച്ച്, ഫ്രണ്ട് പിച്ച്, അതൊക്കെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. തൽക്കാലം ഇതിലെ കമ്മ്യൂട്ടേറ്ററിനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്നത് ലാസ്റ്റ് എത്തായുണ്ട്. അതാണ് ആൻസർ ഡി. In a DC machine, 4-pole lap winding is used. The number of parallel paths are 1, 2, 4, 8. Simple and direct question. Yeah. അത് കാണുമ്പോൾ തന്നെ പറയാൻ പറ്റണം ഓപ്ഷൻ സി ആണ്. കാരണം A is equal to P. Number of parallel paths equal to number of poles. So that's the correct answer. Next one. The purpose of providing dummy coils in a wave-wound DC machine armature is to enhance flux density, amplify voltage, provide mechanical balance to the rotor, reduce eddy current loss. ഓക്കെ, ഇത് പലപ്പോഴും കണ്ടുവരുന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആണ് ആൻസർ. എന്താ, മെക്കാനിക്കൽ ബാലൻസ് പ്രൊവൈഡ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡമ്മി കോയിൽ ആണ്, വെറുതെ അവിടെ പ്ലേസിൽ ഫിറ്റ് ചെയ്യുന്നു. ആ ബാലൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോ മെക്കാനിക്കൽ എനർജി കൺവേർഷനിൽ അത് ടേക്ക് പാർട്ട് ചെയ്യുന്നില്ല. കട്ട് ചെയ്ത് അതിനെ എന്താ പറയാ, അതിൽ നിന്ന് സർക്യൂട്ടിന് ഒഴിവാക്കിയിട്ടാണ് ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is true for a retrogressive winding? YB greater than YF, YB less than YF, YB equal to YF, none of the above. YB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് പിച്ചും YF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് പിച്ചും ആണ്. ഒരാൾ ഓപ്ഷൻ ആൻസർ പറഞ്ഞിരിക്കുന്നു YB ലെസ് ദാൻ YF എന്ന്. വേറെ ഓപ്ഷൻസ് ഉണ്ടോ? ബി ആണ് കറക്റ്റ് ആൻസർ. നമ്മളത് എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ, റിട്രോഗ്രേസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ, റൈറ്റ് ടു ലെഫ്റ്റ് വരുന്ന വൈൻഡിങ് ആണ്. നമ്മൾ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ റൈറ്റ് ടു ലെഫ്റ്റ് വരുന്നതാണ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്നതാണ്. അപ്പൊ ഇത് YB ലെസ് ദാൻ YF ആണ് റിട്രോഗ്രേസീവിന്. പ്രോഗ്രസീവിന് YB ഗ്രേറ്റർ ദാൻ YF ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാപ്പ് വൈൻഡിങ് ഈസ് പ്രിഫേർഡ് ഫോർ ഡാഷ് ടൈപ്പ് ഓഫ് മെഷീൻസ്: ലോ കറന്റ് ആൻഡ് ലോ വോൾട്ടേജ്, ഹൈ കറന്റ് ആൻഡ് ഹൈ വോൾട്ടേജ്, ഹൈ കറന്റ് ആൻഡ് ലോ വോൾട്ടേജ്, ലോ കറന്റ് ആൻഡ് ഹൈ വോൾട്ടേജ്. ഓപ്ഷൻ സി എന്നൊരാൾ പറഞ്ഞു, ഓപ്ഷൻ ബി എന്ന് പറഞ്ഞു, വീണ്ടും ഓപ്ഷൻ സി. രണ്ടുപേര് ഓപ്ഷൻ സി പറഞ്ഞിട്ടുണ്ട്, ഒരാള് ഓപ്ഷൻ ബി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വീണ്ടും ആലോചിക്കുക, ലാപ്പാണ്. ലാപ്പ് ആവുമ്പോൾ പാരലൽ പാത്സിന്റെ എണ്ണം കൂടുതലാണ്. പാത്ത് കൂടിക്കഴിഞ്ഞാൽ, വഴി കൂടിക്കഴിഞ്ഞാൽ കുറെ വഴി കൂടെ കറണ്ടിന് പോവാം. വഴി കൂടുമ്പോൾ കറണ്ടാണ് എന്താ പറയാ, ഡിവൈഡ് ആയിട്ട് ബ്രാഞ്ച് ആയിട്ട് പോകാൻ പോകുന്നത്. സോ ഒബ്വിയസ്ലി എന്തായിരിക്കും കൂടുതൽ? കറണ്ട് ആയിരിക്കും. സോ ഹൈ കറണ്ട് ആൻഡ് ലോ വോൾട്ടേജ് ആപ്ലിക്കേഷൻസിനാണ് ലാപ്പ് വൈൻഡിങ് പ്രിഫർ ചെയ്യുന്നത്. Next one,
wave winding is preferred for dash type of machines: low current and low voltage, high current and high voltage, high current and low voltage, low current and high voltage. Okay, options വന്നത് എല്ലാവരും ഡി തന്നെയാണ് പറഞ്ഞത്. അത് കാരണം അത് നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാം. വേവ് ഇത് പോവാണ് ചെയ്യുന്നത്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലെന്താ സീരീസ് ആണ് വരാൻ പോകുന്നത്, സീരീസ് കണക്ഷൻ ആണ്. മറ്റേത് പാരലൽ ആയിരുന്നു. പാരലൽ ആകുമ്പോൾ പാത്ത് കൂടുതലാണ്. ഇത് സീരീസിലാകുമ്പോൾ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വോൾട്ടേജ് ആയിരിക്കും എന്തുണ്ടാവുക, കൂടുതലായിരിക്കുക. അപ്പോ ഹൈ വോൾട്ടേജ് എന്ന് കാണുമ്പോൾ അത് തന്നെ നേരെ അതിന്റെ ഒപ്പം ഹൈ കറന്റ് ഉള്ള ഓപ്ഷൻ കൊടുക്കരുത്, ലോ കറന്റ് ആണ് എന്നുള്ളതും കൂടി ഉറപ്പാക്കിയിട്ട് കൊടുക്കുക. പെട്ടെന്ന് ചടിക്കേറി ആൻസർ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് വായിച്ചതിന് ശേഷം ആൻസർ ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ, equalizer rings are used in lap winding, wave winding, both A and B, none of the above. Okay, A എന്നാണ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും A തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ ലാപ്പ് വൈൻഡിങ് ആണ് എന്ത് ഈക്വലൈസർ റിംഗ് യൂസ് ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തായിരുന്നത്? അതും ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈക്വലൈസർ റിംഗ്? അതിന് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് തരത്തിൽ ചോദിക്കാട്ടോ. ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുമ്പോൾ പലതരത്തിൽ ഫ്രെയിം ചെയ്യാം. സർക്കുലേഷൻ കറണ്ടിന്റെ എഫക്ട് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സർക്കുലേഷൻ കറണ്ട് അപ്പൊ എങ്ങനെ വന്നു എന്നുള്ളതാണ്. അത് എന്താ EMF-ലുള്ള ഡിഫറൻസ് കാരണം. അപ്പൊ EMF-ൽ എങ്ങനെ ഡിഫറൻസ് വന്നു എന്നുള്ളതാണ്. പോളിലെ അൺസിമെട്രി കാരണം, ഓക്കെ, ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷനുള്ള ചേഞ്ച് കാരണം. അപ്പൊ അതൊക്കെ റിലേറ്റഡ് ആയിട്ട് എന്ത് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് കുറച്ച് സിമ്പിൾ ആയിട്ട് ചോദിച്ചു. ലാപ്പിലാണ് ഈക്വലൈസർ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ, പോൾ പിച്ച് ക്യാൻ ബി സ്പെസിഫൈഡ് ഇൻ ടേംസ് ഓഫ് number of armature conductors, number of armature slots, armature periphery, any of the above. Okay, so option D തന്നെയാണ് കറക്റ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിന്റെ ടേംസ്, ഈ പറഞ്ഞ ഏത് പോൾസിന് തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ന് മാത്രമേ ഉള്ളൂ, എന്താ ഡിസ്പ്ലേസ്മെന്റ് ആണെന്നേ ഉള്ളൂ. അത് ആർമേച്ചർ കണ്ടക്ടേഴ്സിൽ വേണമെങ്കിൽ പറയാം, ആർമേച്ചർ സ്ലോട്ട്സിലും പറയാം, ആർമേച്ചർ പെരിഫറിയിലും പറയാം. അപ്പൊ ഏത് വേണമെങ്കിലും ഏതായിട്ട് വേണമെങ്കിലും നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ എനി ഓഫ് ദ എബോ ആണ്. ഫസ്റ്റ് തന്നെയാണെന്ന് കണ്ട് അപ്പൊ തന്നെ ആൻസർ ചെയ്യരുത്, ഓപ്ഷൻ മുഴുവൻ വായിച്ചിട്ട് ആൻസർ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the DC armature winding in which coil sides are one pole pitch apart is called dash winding: pole pitch, multiplex, fractional pitch, full pitched. ആൻസർ ഒന്നും വന്നില്ല. എന്താ ആൻസർ? സിമ്പിൾ അല്ലേ? ഓപ്ഷൻ ഡി ആണ്. പോൾ പിച്ച് എന്ത് പിച്ചായിട്ട് വരുന്നതാ? ആർമേച്ചർ വൈൻഡിങ്, കോയിൽ സ്പാൻ ആണ് ഉദ്ദേശിക്കുന്നത്. ആർമേച്ചർ വൈൻഡിങ് ഇൻ വിച്ച് കോയിൽ സൈഡ്സ് ആർ വൺ പോൾ പിച്ച് അപ്പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയിൽ സൈഡ്സിന്റെ ആ ഒരു സ്പേസിങ് കോയിൽ സ്പാൻ ആന്നുള്ളത് അല്ലെങ്കിൽ കോയിൽ പിച്ച് ആന്നുള്ളത് അവിടെ മനസ്സിലാക്കണം. ഡയറക്റ്റ് ആ കോയിൽ പിച്ച് എന്നുള്ള ഒരു വേർഡ് അവിടെ തന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് രണ്ടും ഈക്വൽ ആവുന്നത് എന്താ പറയാ, പോൾ പിച്ചും കോയിൽ സ്പാൻ അല്ലെങ്കിൽ കോയിൽ പിച്ചും ഈക്വൽ ആവുന്നതിനെ പറയുന്നതാണ് നമ്മൾ ഫുൾ പിച്ച് എന്ന് പറയാം. 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് വരുന്ന കേസ്. അതിലും ഷോർട്ട് ആണെങ്കിൽ അതിനെ ഫ്രാക്ഷണൽ പിച്ച് എന്ന് പറയും. ചില കേസിൽ നമ്മൾ പർപ്പസ്ഫുള്ളി അത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രാക്ഷനിൽ. അതിന് ഒരുപാട് അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ പറയാ, അതിൽ കിട്ടുന്ന വേവ് ഫോം ഞാൻ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. കിട്ടുന്ന വേവ് ഫോം ഓൾമോസ്റ്റ് സൈനസോഡൽ ആയിട്ട് കിട്ടുക ഫ്രാക്ഷനിലാണ്. അതേപോലെ ഹാർമോണിക്സിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള കഴിവും അങ്ങനെ കുറെ കാര്യങ്ങൾ അഡ്വാൻറ്റേജസ് ഒക്കെ ഇതിന് വരുന്നുണ്ട്, ഫ്രാക്ഷണലിന് വരുന്നുണ്ട്. അത് അധികം ഈ ഒരു ലെവലിൽ നമുക്ക് അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റൻ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് അതൊക്കെ ഒഴിവാക്കി കളഞ്ഞ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the primary reason for making the coil span of a DC armature winding equal to pole pitch is to obtain a coil span of 180 degree electrical, distribute the winding uniformly under different poles, obtain full pitched winding, ensure the addition of EMFs of consecutive turns. ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വായിച്ച് ആൻസർ ചെയ്യാം. പ്രൈമറി റീസൺ എന്നാണ് ചോദിച്ചത്. സോ ഒരു ഓപ്ഷൻ ഡി എന്ന് വന്നു. വേറെണ്ടോ? ഓക്കെ, സോ ആൻസർ എന്താണ്? EMF ആഡ് ചെയ്യാൻ വേണ്ടി, അഡിറ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് എന്ത് പ്രൈമറി റീസൺ. പ്രൈമറി ആയിട്ടുള്ള നമ്മളെ എയിം എന്ന് പറയുന്നത് EMF ആഡ് ചെയ്ത് കിട്ടുക എന്നുള്ളതാണ്. അഡീഷൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്, നമ്മൾ ഈക്വൽ ആയിട്ട് പോൾ പിച്ച് കോയിൽ സ്പാൻ അല്ലെങ്കിൽ കോയിൽ പിച്ചും ഈക്വൽ ആയിട്ട് വെക്കാൻ നോക്കുന്നത്. ഓക്കെ, 180 ഡിഗ്രി ഇലക്ട്രിക്കൽ ആക്കാൻ നോക്കുന്നത്. ലാസ്റ്റ് വൺ, in a 4-pole 35 slot DC armature,
180-degree coil span will be obtained when coils occupy dash slots 1 and 10, 2 and 9, 1 and 9, 3 and 10. Answer undo? Guess. Okay, see. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ ഞാൻ ജസ്റ്റ് പറയാം. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കോയിൽ പിച്ച്, കോയിൽ സ്പാൻ എന്ന് പറയുന്നത് എന്താവണം എന്ന് പറഞ്ഞിട്ടുള്ളത്. കോയിൽ സ്പാൻ വിൽ ബി ഒപ്റ്റൈൻ, അതായത് 180-degree കോയിൽ സ്പാൻ കിട്ടണം എന്ന് പറഞ്ഞിട്ടുള്ളത്. 180-degree എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ഈക്വൽ ആണ്. പോൾ പിച്ചും കോയിൽ സ്പാൻ അല്ലെങ്കിൽ കോയിൽ പിച്ചും ഈക്വൽ ആവാന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? സ്ലോട്ടും തന്നിട്ടുണ്ട്, പോളും തന്നിട്ടുണ്ട്. സോ സ്ലോട്ട് പെർ പോള് കാണുക. സോ സ്ലോട്ട് പെർ പോൾ ചെയ്യുമ്പോൾ എത്ര കിട്ടുക നമുക്ക്? 35/4 ആണ്. 35/4 ആണ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇന്റിജർ ഫ്രാക്ഷണൽ വാല്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗം ഫ്രാക്ഷണൽ ഭാഗം ഒഴിവാക്കി കളയാണ് ചെയ്യുക. അതായത് താഴേക്കാണ് അപ്രോക്സിമേറ്റ് ചെയ്യുക, മേലേക്കുള്ള ഇന്റിജർ ആയിട്ടല്ല. ഇവിടുത്തെ കേസിൽ നമ്മൾ താഴേക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് എന്താ വരിക? 35/4. 36 ആയിരുന്നെങ്കിൽ 9 ആയിരുന്നു വരിക. അപ്പോൾ 35/4 വരുമ്പോൾ നമ്മൾ എന്ത് എടുക്കേണ്ടി വരും? 8 ആയിരിക്കും വാല്യൂ എടുക്കേണ്ടി വരിക. ഓക്കെ, സോ പിച്ച് എന്ന് പറയുന്നത് 8 ആണ് വരുന്നത്. സോ 8ന്റെ ഡിഫറൻസ് വരണം. 8ന്റെ ഡിഫറൻസ് ഇതിൽ ഏതിലാണ് ഉള്ളത് നോക്കുക. 1 and 10 9 ആണ് ഡിഫറൻസ്. 2 and 9 7 ആണ് ഡിഫറൻസ്. 1 and 9 8. ഇവിടെ വീണ്ടും 3 and 10 7. അപ്പോ 8 വരുന്നത് ഏതാ? ഓപ്ഷൻ സി ആണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 and 9 പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, ഞാൻ പറയാം, റിപ്പീറ്റ് ചെയ്യാം. അതായത് ഈ രീതിക്ക് ചോദിക്കുന്ന ഉറപ്പൊന്നും ഇല്ല കേട്ടോ. എന്താ വെച്ചാൽ നമ്മളുടെ അധികം സബ് എഞ്ചിനീയറിൽ അധികം ചോദിച്ച് കണ്ടിട്ടില്ല പ്രോബ്ലം ക്വസ്റ്റ്യൻസ്. സിമ്പിൾ പ്രോബ്ലംസ് ചോദിച്ചിട്ടുള്ളൂ. ഇത് ടഫ് എന്നല്ല. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, 180-degree കോയിൽ സ്പാൻ ഒപ്റ്റെയിൻ ചെയ്യണം. 180-degree കോയിൽ സ്പാൻ എന്നുള്ളതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് 180-degree ഇലക്ട്രിക്കലാണ്. അതായത് പോൾ പിച്ചും കോയിൽ പിച്ചും ഈക്വൽ ആവണം. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ഫുൾ പിച്ചഡ് ആവണം. അപ്പൊ ഫുൾ പിച്ചഡ് ആവണമെങ്കിൽ ആദ്യം നമ്മളപ്പോ പോൾ പിച്ച് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് 34 അതായത് പോൾ പിച്ച് എത്ര സ്പാനിലാണെന്നുള്ള. അപ്പൊ 35 സ്ലോട്ട് ആണുള്ളത്, 4 പോൾ ആണുള്ളത്. അപ്പൊ 35/4 ചെയ്യാം. നമുക്ക് സ്ലോട്ടിന്റെ ടേംസിൽ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 35/4 ചെയ്യുമ്പോൾ നമുക്കൊരു ഇന്റിജർ എന്താ പറയാ, ഇന്റിജർ വാല്യൂ അല്ല, ഫ്രാക്ഷണൽ പോയിന്റ് കിട്ടും. അതായത് 8 പോയിന്റ് സംതിങ് കിട്ടും നമുക്ക്. അപ്പൊ 8 പോയിന്റ് സംതിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പോയിന്റിന് ശേഷമുള്ള വാല്യൂനെ ഒഴിവാക്കി കളയാണ് ചെയ്യുക, നെഗ്ലക്ട് ചെയ്യാണ് ചെയ്യുക, അതായത് സപ്രസ് ചെയ്യാണ് ചെയ്യുന്നത് ഇവിടെ. അപ്പൊ നമുക്ക് 36 ആയിരുന്നെങ്കിൽ 9 കിട്ടുമായിരുന്നു. ഇവിടെ 36 അല്ല, അതിന്റെ ചോടെ ആയതുകൊണ്ട് 8 ആണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ 8 ആണ് നമ്മളുടെ സ്പാൻ എന്ന് പറയുന്നത്. സ്പാൻ എന്ന് പറയുന്നത് 8 ആണ്. അപ്പോ ഏതൊക്കെ സ്ലോട്ടിൽ കിടന്നാലാണ് 8 കിട്ടുക നോക്കുക. 8 കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്ലോട്ടുകളും തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ 8 വരണം, അത്രേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റത്തെ നോക്കിക്കഴിഞ്ഞാൽ എന്താ? 10 1 കുറച്ചാൽ 9, രണ്ടാമത്തെ 7, മൂന്നാമത്തേൽ മാത്രം 8 കിട്ടും, നാലാമത്തേലും 7 ആണ് വരിക. അങ്ങനെയാണ് നമ്മൾ ഏതാ ഫുൾ പിച്ച് അല്ലെങ്കിൽ 180-degree കോയിൽ സ്പാൻ കിട്ടാൻ വേണ്ടി 2 and 9 ആണ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഈ ഒരു ഓപ്ഷനിൽ അതായതുകൊണ്ട് സോറി 1 and 9 കേട്ടോ, സോറി 1 and 9. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, സോ ഇപ്പൊ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. ഇനിയും കുറെ ഇതിൽ ടോപ്പിക്സ് എടുക്കുന്നുണ്ട്. പറ്റാവുന്ന പോലെ കുറച്ച് വേഗത്തിൽ പോകേണ്ടി വരും. എന്നാലും സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് വളരെ സ്പീഡിൽ പോകുന്നില്ല. അറിയുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് വേഗം നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. സോ നെക്സ്റ്റ് ഇതിൽ വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് DC ജനറേറ്റേഴ്സ് ആണ്. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് DC ജനറേറ്റേഴ്സ് എന്തായാലും അറിയാണ്ട് ആരും ഉണ്ടായിരിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് എന്താ അത്യാവശ്യം അറിയാമെങ്കിൽ നമുക്ക് സിമിലർ തന്നെയാണ് ഇത് വരുന്നത്, DC മോട്ടറും വരുന്നത്. അപ്പൊ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്തിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ എന്തിന്റെ ബേസിലാ? ബേസ്ഡ് ഓൺ ഹൗ എക്സൈറ്റേഷൻ അല്ലെ? എക്സൈറ്റേഷൻ എങ്ങനെയാ കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഫീൽഡ്, അതെ. So excitation is provided based on how excitation is provided
ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ടു ദ ഫീൽഡ് പോൾസ് ഓർ ഫീൽഡ് വൈൻഡിങ്, ടു ദി ഫീൽഡ് പോൾസ്. അത് ഉദ്ദേശിക്കുന്നത് ഫീൽഡ് വൈൻഡിങ് എന്ന ഫീൽഡ് പോൾസ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഫീൽഡ് വൈൻഡിങ് എന്ന് ഞാൻ എടുത്ത് പറയാത്തതിന് ഒരു റീസൺ ഉണ്ട്. ജനറലി നമ്മൾ വൈൻഡിങ് എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ ഇവിടെ ഞാനത് പറയാണ്ടിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ക്ലാസിഫിക്കേഷൻ വരുന്നത് എന്തൊക്കെയാ ക്ലാസിഫിക്കേഷൻ വരുന്നത്? നമുക്ക് ജസ്റ്റ് ഇത് ക്ലാസിഫിക്കേഷൻ ആയിട്ട് എഴുതി പോവാണെങ്കിൽ വി ഹാവ് എന്താ പറയാ DC ജനറേറ്റേഴ്സ് ഹിയർ. വേഗം പറഞ്ഞോളൂ, വേഗം പറഞ്ഞാൽ നമുക്ക് വേഗം പോവാം. ക്ലാസിഫൈഡ് ഇൻ ടു ഏതൊക്കെയായിട്ടാ? എക്സൈറ്റേഷന്റെ ബേസിലാന്ന് പറഞ്ഞു. അപ്പൊ ഏതാ ക്ലാസിഫിക്കേഷൻ വരുന്നത്? സെൽഫ് എക്സൈറ്റഡ്, സെൽഫ് ആൻഡ് സെപ്പറേറ്റ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതാണ് സെൽഫ് excited, then separately excited, excited പ്ലസ് ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം കൂടി ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ പറയുന്നു, നമ്മളത് പലപ്പോഴും പറയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരെണ്ണം കൂടി ഉണ്ട്, അതായത് ഏതാ പെർമനന്റ് മാഗ്നറ്റ് ടൈപ്പും കൂടി വരുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ അവിടെ എന്തെന്ന് എഴുതാറിഞ്ഞത്, വൈൻഡിങ് എഴുതാറിഞ്ഞത്. സോ പെർമനന്റ് മാഗ്നറ്റ് വെച്ചിട്ടുള്ള കേസുകളുണ്ട്. പെർമനന്റ് മാഗ്നറ്റ് ആണ് ഫീൽഡ് ആയിട്ട് ഉപയോഗിക്കുന്ന കേസിൽ. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ പവർ ആയിരിക്കും, ലോ പവർ ആണ്. അതുകൊണ്ട് തന്നെ ഇത് അധികം എന്ത് വരില്ല, അധികം യൂസ് ഒന്നും വരുന്നില്ല. പിന്നെ യൂസ് ചെയ്യാറുണ്ട് ഡൈനാമോ ഒക്കെ, എന്താ പറയാ നമ്മളുടെ മോട്ടോർ സൈക്കിൾസിലൊക്കെ ഡൈനാമോയില് യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് മാത്രം. അപ്പൊ അത് നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമില്ല, അതുകൊണ്ട് അവിടെ മറികടന്നോട്ടെ. പിന്നെ ഉള്ളത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡും സെൽഫ് എക്സൈറ്റഡും ആണ്. അപ്പൊ അതിന് മുന്നേ നിങ്ങൾക്ക് എന്താ അറിയുന്ന വിചാരിക്കുന്നു. ഇനി പറയുന്നതിലൊക്കെ നമുക്ക് ചിത്രങ്ങൾ വരച്ചു കൊണ്ടുവരും. അപ്പോൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ആർമേച്ചറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സർക്കിളും അതിന്റെ മുകളിലും താഴെയുമായിട്ട് 2 ബ്രഷസ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതിന്റെ ഉള്ളില് ആർമേച്ചർ റെസിസ്റ്റൻസ് റെപ്രസെന്റ് ചെയ്യാറുണ്ട് RA എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിന്റെ പുറത്തായിട്ട് ഇപ്പോൾ ജനറേറ്റർ ആകുമ്പോൾ ഇൻഡ്യൂസ്ഡ് EMF, ജനറേറ്റഡ് EMF ആണ് EG എന്ന് പറഞ്ഞിട്ട് കാണിക്കാറുണ്ട്. മോട്ടർ ആകുമ്പോൾ അത് EGക്ക് പകരം EB എന്ന് എഴുതും. ഇതാണ് ഏത് പോർഷൻ ആണിത്? ആർമേച്ചർ പോർഷൻ. ഇങ്ങനെയാണ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ആർമേച്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സിമിലർലി ഫീൽഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും എങ്ങനെയായിട്ടാ? സിംപ്ലി ഒരു വൈൻഡിങ് ആയിട്ടാണ് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫീൽഡിന്റെ ഒപ്പം അതിന്റെ റെസിസ്റ്റൻസും സ്പെസിഫൈ ചെയ്യാറുണ്ട്. പിന്നെ അതിൽ കൂടുതൽ കറണ്ട് കാണിക്കും. അതേപോലെ തന്നെ ആർമേച്ചറിലും നമ്മൾ അതിൽ കൂടുതൽ കറണ്ടും കാര്യങ്ങളൊക്കെ കാണിക്കും. ഓക്കെ, ആ രീതിക്കാണ് ഇനി റെപ്രസെന്റേഷനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ആദ്യം വെറുതെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് റെപ്രസെന്റ് ചെയ്ത് പോവാം, എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പതുക്കെ ഇതിലേക്ക് വരാം. സോ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈറ്റേഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ ഇനി പെർമനന്റ് മാഗ്നറ്റ് മാറ്റി വെക്കാട്ടോ. പെർമനന്റ് മാഗ്നറ്റ് അവിടെ മാറി കിടക്കട്ടെ. ബാക്കിയുള്ളതൊക്കെ സെപ്പറേറ്റും സെൽഫും ഒക്കെ ഇലക്ട്രോ മാഗ്നറ്റ് ആണ്, അതായത് വൈൻഡിങ്സ് ആണ് അതിന്റെ ഉള്ളിൽ എടുക്കുന്നത്. അപ്പൊ ആ വൈൻഡിങ്സിലേക്ക് എങ്ങനെ എന്താ എക്സൈറ്റേഷൻ കിട്ടുന്നു അല്ലെങ്കിൽ കറണ്ട് കിട്ടുന്നു അല്ലെങ്കിൽ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആർമേച്ചറും എന്താ പറയാ ആർമേച്ചറും ഫീൽഡും തമ്മിൽ എന്തല്ല, ഡയറക്ട്ലി കണക്റ്റഡ് അല്ല. സോ ഇതിന്റെ ആർമേച്ചർ സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഫീൽഡ് വൈൻഡിങ് സെപ്പറേറ്റ് ആയിട്ട് അയാൾക്ക് എക്സൈറ്റേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് പുറമേ നിന്നാണ് ഇതിനുള്ള എക്സൈറ്റേഷൻ കൊടുക്കുന്നത്. അത് പുറമേ നിന്നൊരു DC സോഴ്സ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. സോ ഒരു DC സോഴ്സ് വെച്ചിട്ട് എക്സൈറ്റേഷൻ കൊടുക്കുന്നു. ഇത് വേണമെങ്കിൽ നമുക്ക് വാരിയബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മാത്രം മതി. അപ്പൊ ഇതാണ് ബേസിക്കലി ഏത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്. എക്സൈറ്റേഷൻ ഇവിടെ സെപ്പറേറ്റ് ആണ്, സെപ്പറേറ്റ് DC സോഴ്സ് എന്നാണ് എക്സൈറ്റേഷൻ കൊടുക്കുന്നത്. പിന്നെ വരുന്നതാണ് സെൽഫ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈറ്റേഷൻ ഈസ് ഫ്രം വിത്തിൻ, സ്വന്തമായിട്ട് അതിന്റെ സർക്യൂട്ടിൽ നിന്ന് തന്നെയാണ് എന്ത് കിട്ടുന്നത്, എക്സൈറ്റേഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ ആ കറണ്ട് വന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അതിന് വേറെ ഒരാളെ എന്ത് നോക്കേണ്ട കാര്യമില്ല, നോക്കി നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. സെൽഫ് എക്സൈറ്റഡിൽ തന്നെ കുറച്ച് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു സെൽഫ് എക്സൈറ്റഡിന്റെ ക്ലാസിഫിക്കേഷൻ? Self excited can be divided into shunt, then series, then compound. Okay, എല്ലാവർക്കും എന്തായാലും അറിയുന്നുണ്ടാവും. ഇതൊക്കെ വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചോദിക്കാവുന്നതാണ്. കാരണം ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പഠിച്ചിട്ടുള്ളതായിരിക്കും, ഒന്ന് റിമെമ്പർ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഒന്ന് ഓർത്തെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. സോ ഷണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവിടെ എന്തായിരിക്കും നമ്മളുടെ ഈ പറയുന്ന വൈൻഡിങ് ആർമേച്ചറിന് എന്തായിരിക്കും പാരലൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഞാൻ ദൂരം എടുക്കുന്നുണ്ട്. ഷണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. സോ ഇവിടുത്തെ കേസിൽ വൈൻഡിങ് എന്ന് പറയുന്നത് ആർമേച്ചറിന് എന്തായിരിക്കും പാരലൽ ആയിട്ടായിരിക്കും. തൽക്കാലം നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഇത്ര മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഇനി അടുത്ത സീരീസ് ആണ്. സോ സീരീസിന്റെ കേസിൽ എന്താണ് സംഭവിക്കുന്നത്? സീരീസിന്റെ കേസിലാണെങ്കിൽ വൈൻഡിങ് ഇതിന് എന്തായിരിക്കും സീരീസ് ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. സോ സീരീസ് ആയിട്ടാണ് വൈൻഡിങ് ഉണ്ടായിരിക്കുക എന്തിന് ആർമേച്ചറിന്. ഓക്കെ, ഇനി കോമ്പൗണ്ട് വരുന്നുണ്ട്. കോമ്പൗണ്ടിന്റെ കേസിൽ എഗെയിൻ അവിടെ സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. കോമ്പൗണ്ടിന് ബേസിക് സബ് ഡിവിഷൻസ് രണ്ടെണ്ണമായിട്ട് വരുന്നുണ്ട്, വീണ്ടും വരുന്നൊക്കെ ഉണ്ട്. ബേസിക് സബ് ഡിവിഷൻ എന്താ? കോമ്പൗണ്ട് ജനറേറ്റേഴ്സ് ക്യാൻ ബി സബ് ഡിവൈഡഡ് ഇൻ ടു ഏതൊക്കെയാ? ലോങ് ഷണ്ട് ആൻഡ് ഷോർട്ട് ഷണ്ട്. ഓക്കെ, സോ ലോങ് ഷണ്ട് ആയിട്ടും ഷോർട്ട് ഷണ്ട് ആയിട്ടും ഡിവൈഡ് ചെയ്യാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലോങ് ഷണ്ട് ആൻഡ് കോമ്പൗണ്ട് ആണെന്ന് പറഞ്ഞു. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. ഇവിടുന്ന് തന്നെ എന്താ ഷണ്ടും ഉണ്ട് സീരീസും ഉണ്ട്. പക്ഷെ അഗൈൻ ആ പേരിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് കോൾഡ് ആസ് ലോങ് ഷണ്ട് ആൻഡ് ഷോർട്ട് ഷണ്ട്. അപ്പൊ അവിടെ ഷണ്ടിനാണ് ഡോമിനൻസ് എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഷണ്ട് ഉണ്ട് മെയിൻ ആയിട്ട്, പ്ലസ് അഡീഷണലി നമ്മൾ എന്തും കൂടി കൊടുക്കുന്നു, സീരീസ് വൈൻഡിങ് കൂടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ ലോങ് ഷണ്ട് എന്നും ഷോർട്ട് ഷണ്ട് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റത്തെ കേസിൽ ലോങ് ഷണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഷണ്ട് വൈൻഡിങ് ആണ് അവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആള് എന്നർത്ഥം. ഡൊമിനന്റ്, അതായത് മൊത്തത്തിന് അക്രോസ് ആയിട്ടാണ് എന്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക, ഷണ്ട് വൈൻഡിങ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇത് നമ്മളെ സീരീസ് വൈൻഡിങ് ആണ്. സീരീസ് വൈൻഡിങ്. സോ സീരീസ് വൈൻഡിങ് എന്തിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും? ആർമേച്ചറിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. അതിന് അക്രോസ് ആണ് നമ്മൾ എന്ത് കണക്ട് ചെയ്യാൻ പോകുന്നത്? ഷണ്ട് വൈൻഡിങ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മൊത്തത്തിന് അക്രോസ് ലോങ് ആണ് ഇവിടെ എന്ത് ഷണ്ട് എന്ന് പറയുന്നത്. ആർമേച്ചറും സീരീസ് വൈൻഡിങ്ങും സീരീസ് ഒന്നും ഇതിന്റെ അക്രോസ് ആണ് എന്ത് വരുന്നത്, ഇത് വരുന്നത്. അപ്പൊ ഇതൊരു ലോങ് കണക്ഷൻ ആണ് ഷണ്ടിന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ ലോങ് ഷണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഷോർട്ട് ഷണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി എന്തായിരിക്കും, എങ്ങനെയായിരിക്കും? ഇതിന് സീരീസ് ആയിട്ട് സീരീസ് വൈൻഡിങ് നിൽക്കുന്നുണ്ട്, പക്ഷെ ഇതിന് മൊത്തത്തിന് അക്രോസ് അല്ല കണക്ട് ആവുന്നത്. ഷണ്ട് വൈൻഡിങ് എന്തിന് അക്രോസ് മാത്രം? ആർമേച്ചറിന് അക്രോസ് മാത്രമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇതിനെ ഇനിയിപ്പോ RSH ഒക്കെ മനസ്സിലാവുന്നു വിചാരിക്കുന്നു. RSH എന്ന് പറഞ്ഞാൽ ഷണ്ട് റെസിസ്റ്റൻസ് രീതിയിൽ കാണിച്ചാണ്, മറ്റേത് സീരീസ് റെസിസ്റ്റൻസ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്തായാലും ഇതാണ് സിംപ്ലി നമുക്ക് ക്ലാസിഫിക്കേഷൻ പറയാവുന്നത്. ക്ലാസിഫിക്കേഷൻ DC ജനറേറ്റർ, സെൽഫ് എക്സൈറ്റർ, സെപ്പറേറ്റ്ലി എക്സൈറ്റർ, പെർമനന്റ് മാഗ്നറ്റ് പറയാം. അതിന് തൽക്കാലം അവിടെ മാറ്റി വെച്ചു. ബാക്കി സെൽഫ് എക്സൈറ്റർ ആയാലും സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആയാലും ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡിന് എക്സൈറ്റേഷൻ ഈസ് പ്രൊവൈഡഡ് ഫ്രം എൻ എക്സ്റ്റേണൽ DC സോഴ്സ്. Okay, in self-excited, it can be divided into shunt, series, and compound based on how the winding is connected with regards to the armature. So armature ne shunt ആയിട്ട് or parallel ആയിട്ട് connect ചെയ്ത shunt എന്ന് പറയും. armature ne series ആയിട്ട് connect ചെയ്ത് കഴിഞ്ഞാൽ അതിനെ series എന്ന് വിളിക്കും. Now compound വരുന്നുണ്ട്. compound it is a mix of shunt and series. But again here shunt ആണ് dominant വരുന്നത്. shunt is the dominant partner. സോ അതിന്റെ ബേസിൽ ലോങ് ഷണ്ട് എന്നും ഷോർട്ട് ഷണ്ട് എന്നും വിളിക്കുന്നു. എന്തായാലും ആർമേച്ചറിന് സീരീസ് ആയിട്ടാണ് സീരീസ് വൈൻഡിങ് വരിക. ആർമേച്ചറിനെ സീരീസ് ആക്കി സീരീസ് കണക്ട് ചെയ്തതിനു ശേഷം മൊത്തത്തിന് അക്രോസ് ഷണ്ട് കൊടുത്താൽ ലോങ് എന്ന് വിളിക്കും. അല്ലാണ്ട് നേരെ ആർമേച്ചറിന് അക്രോസ് ആണ് ഷണ്ടെങ്കിൽ അതിനെ ഷോർട്ട് ഷണ്ട് എന്ന് വിളിക്കും. ഓക്കെ, ഇത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുള്ള കാര്യമാണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഓരോ കേസിലോട്ടും ജസ്റ്റ് പോവാം. അപ്പൊ അതിലൊക്കെ കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതി പറഞ്ഞു പോവാം. നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാൽ എളുപ്പമായിരിക്കും. സോ ഫസ്റ്റത്തെ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് separately excited. Okay, so separately excited ന്റെ കേസ് ആണ്. again ഞാനിവിടെ സിംഗിൾ ആയിട്ടൊന്ന് ഫിഗർ ഒന്നുകൂടി വരയ്ക്കുന്നുണ്ട്. നേരത്തെ നമ്മളൊന്നും വേറെ അഡീഷണൽ ആയിട്ടൊന്നും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളും കൂടി കുറച്ച് ഇക്വേഷൻസും കൂടി ഒക്കെ എഴുതി പോവാം. ഓക്കെ, ഇവിടെ ഫീൽഡ് ഞാൻ ജസ്റ്റ് വൈൻഡിങ് മാത്രമായിട്ട് തന്നെ കാണിക്കുന്നുള്ളൂ, വേറെ അഡീഷണൽ ഒന്നും കാണിക്കുന്നില്ല. ഇതാണ് നമ്മുടെ ഫീൽഡ്. ഇതിനെ ക്രോസ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ടാവും, ഒരു DC സപ്ലൈ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അത് കാരണം ഇത് കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. ലെറ്റ് ഇറ്റ് ബി IF എന്ന് വിളിക്കാം. ഇതിന്റെ റെസിസ്റ്റൻസിനെ സേ RF എന്ന് വിളിക്കാം. ഇത് നമ്മളുടെ ആർമേച്ചർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ആർമേച്ചർ റെസിസ്റ്റൻസിന് സാധാരണ RA എന്ന് പറഞ്ഞ് കാണിക്കാറുണ്ട്. ഇനി ഇതിനെ ക്രോസ് ആയിട്ട് നമുക്ക് എന്തുണ്ടായിരിക്കും, EG ഉണ്ടായിരിക്കും ജനറേറ്റർ ആയതുകൊണ്ട്. ഇനി ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കറണ്ടിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, IA എന്ന് വിളിക്കുന്നു. ഇനി ഇതിന്റെ ടെർമിനൽസിനായിട്ട് ആരാണ് കൊടുന്ന് കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഒരു ലോഡ് എന്തായാലും ഇവിടെ കൊടുന്ന് വെച്ചിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ,
സോ ലോഡ് വിൽ ബി കണക്റ്റഡ്. ഈ കേസിൽ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ലോഡ് കൂടെ പോകുന്ന കറണ്ടും ഇതും എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെ ആയിരിക്കും, ഏത് ആർമേച്ചർ കറണ്ടും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കിട്ടുന്ന കുറച്ച് റിലേഷൻസ് ഉണ്ട്, ഇക്വേഷൻസ് ഉണ്ട്. എന്തൊക്കെ എഴുതാൻ ഡയറക്റ്റ് ആയിട്ട്? ഹിയർ IA ഈസ് ഈക്വൽ ടു IL. കാരണം ജസ്റ്റ് ഒരൊറ്റ പാത്തേ ഉള്ളൂ ഈ സൈഡിൽ. ഈ സൈഡാണ് നോക്കേണ്ടത്, എന്താ നമ്മുടെ ആർമേച്ചറിന്റെ ഈ സൈഡിൽ IA എന്ന് പറയുന്നത് IL തന്നെയാണ്, വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഇവിടെ വേണ്ടി വരിക, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, KVL ഇക്വേഷൻ ആണ് വേണ്ടി വരിക. ദാറ്റ് ഈസ് V ഈക്വൽ ടു എന്താന്നുള്ളത്. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ്. ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല, കാണിക്കാം. V ഈസ് ദ ടെർമിനൽ വോൾട്ടേജ്. ഇവിടെ ഇതിന് അക്രോസ് വരുന്ന വോൾട്ടേജിനെയാണ് എന്ന് വിളിക്കുന്നത്, V എന്ന് വിളിക്കുന്നത്. സോ V എന്ന് പറയുന്നത് ജനറേറ്റർ വോൾട്ടേജിൽ നിന്ന് എന്ത് കഴിഞ്ഞിട്ടുള്ളതായിരിക്കും? ഡ്രോപ്പ് കഴിഞ്ഞിട്ടുള്ളതായിരിക്കും. ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഡ്രോപ്പ് ഉണ്ടെന്ന് ശ്രദ്ധിക്കുക. ഒന്ന് RA എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ഉണ്ട്. സോ ആർമേച്ചർ റെസിസ്റ്റൻസിലെ ഡ്രോപ്പ് വരും, IARA. പിന്നെ ബ്രഷുകളിലുണ്ട്, ബ്രഷ് കോൺട്രാക്ട് ഡ്രോപ്പും വരും. അത് പല കേസിലും നെഗ്ലക്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ എഴുതുമ്പോൾ അങ്ങനെ എഴുതുന്നു മാത്രം. സോ ഹിയർ ദ ഇക്വേഷൻ വിൽ ബി VA ഈക്വൽ ടു EG, ഉണ്ടായത് മൈനസ് അതിൽ നിന്ന് കുറഞ്ഞു പോയത്. ഫസ്റ്റ് തിങ് ഈസ് IARA, ആർമേച്ചർ റെസിസ്റ്റൻസ് ഡ്രോപ്പ് ആണ്, ദെൻ മൈനസ് VB. ഇതാണ് ഇവിടുത്തെ ഇക്വേഷൻ വരിക. പിന്നെ ഇവിടെ നമുക്ക് പറയാവുന്നത് പവറിന്റെ ഇക്വേഷൻസ് ആണ്. ദാറ്റ് ഈസ് പവർ ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ. പറയാം, പവർ ഡെവലപ്ഡ് ഇൻ ആർമേച്ചർ. എന്താ ഇക്വേഷൻ? ആർമേച്ചറിൽ ഡെവലപ്പ് ചെയ്യുന്ന പവർ നമുക്ക് പ്രത്യേകിച്ചൊന്നും ആലോചിക്കാനില്ല, DC ആണ്. DC ആകുമ്പോൾ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. സോ പവർ ഡെവലപ്ഡ് ഇൻ ആർമേച്ചറും വരാം. അതിനെ വേണമെങ്കിൽ നമുക്ക് PA എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് വേറെ വരുന്ന ഒരു കാര്യം പവർ ഡെലിവേർഡ് ആണ്, ഡെലിവേർഡ് ടു ദ ലോഡ്, ഡെലിവേർഡ് ടു ദ ലോഡ് പറയാം. അതിനെ വേണമെങ്കിൽ PD എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. രണ്ടിന്റെ ഇക്വേഷൻ ആരെങ്കിലും പറയുന്നുണ്ടോ? ഓക്കെ. സോ PA എന്ന് പറഞ്ഞാൽ ആർമേച്ചറിലാണ്, അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഇൻറ്റു അതിൽ കൂടുതലുള്ള കറണ്ട്. സോ സിംപ്ലി നമുക്ക് എന്താണ്, EG ജനറേറ്റഡ് EMF ഇൻറ്റു കറണ്ട് IA ആണ്. അതേപോലെ പവർ ഡെലിവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രോസ്, എന്തിന് അക്രോസ്? ലോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് V ആണ്, അതിൽ കൂടുതൽ കറണ്ട് IL എന്ന് എഴുതാം. IL ഈക്വൽ ടു എന്താണ്? IA ആണ്, V ഇൻറ്റു IA. സോ ഇത്രയാണ് ഇതിൽ നിന്ന് വരുന്ന റിലേഷൻസ് വരുന്നത്. ഇനി ഇവിടെ എന്താ പറയാ, നമ്മൾ ഇപ്പുറത്തെ ഒരു സാധനം നിൽക്കുന്നുണ്ട്, ഫീൽഡ് സെപ്പറേറ്റ് ആണ്. അതിന് സെപ്പറേറ്റ് ആയിട്ടാണ് എന്ത് കൊടുക്കുന്നത്? DC സോഴ്സ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഇവിടെ വേറെ ചോദിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഫീൽഡ് വൈൻഡിങ് എങ്ങനത്തെ ആയിരിക്കും എന്നുള്ളതാണ്. സോ ഫീൽഡ് വൈൻഡിങ് ഇവിടുത്തെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫീൽഡ് വൈൻഡിങ്ങും ഷണ്ടിന്റെ ഫീൽഡ് വൈൻഡിങ്ങും എന്താണ്, സെയിം ടൈപ്പ് ആണ്. സോ ദിസ് ഹാസ് ലാർജ് നമ്പർ ഓഫ് ടേംസ്, ഒരുപാട് ടേംസ് ഉണ്ടായിരിക്കും. ലാർജ് നമ്പർ ഓഫ് ടേംസ് ഓഫ് തിൻ വയർ ആണ്, ഓഫ് തിൻ വയർ. ഓക്കെ. സോ വയർ തിൻ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ കുറയാണ്. ഏരിയ കുറയുമ്പോൾ എന്ത് കൂടും? റെസിസ്റ്റൻസ് കൂടുകയാണ്, കറണ്ട്. അപ്പൊ ആ റിലേഷൻ ആലോചിച്ചോളുക. ഇവിടുത്തെ കേസിൽ എന്താ, കറണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എന്താ, ലാർജ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് തിൻ വയർ ആണ് എന്തിനു ഉപയോഗിക്കുന്നത്? സെപ്പറേറ്റ്ലി എക്സൈറ്ററിന്റെ കേസിൽ ഉപയോഗിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, അത് നോട്ട് ചെയ്ത് വെച്ചോളുക. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് വരാറുണ്ട്. കാരണം ഇതേ കാര്യങ്ങൾ നമുക്ക് ഷണ്ടിലും സീരീസിലും ഒക്കെ ഓർത്ത് വെക്കേണ്ടി വരും. ഓക്കെ. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെപ്പറേറ്റ് ആയതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് DC സപ്ലൈയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ സാധനം എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ്പെൻസീവ് ആയിരിക്കും. അതാണ് ഇവിടുത്തെ ഇയാളുടെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ വരുന്നത്. എക്സ്പെൻസീവ് ആണ്, കാരണം നമുക്ക് സെപ്പറേറ്റ് സോഴ്സ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത്, ഇതിന്റെ യൂസേജ് വരുന്നത് ലാബുകളിലാണ്, ടെസ്റ്റിംഗ് പർപ്പസിനാണ് മെയിൻ അപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത്. ടെസ്റ്റിംഗ് പർപ്പസിനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എക്സൈറ്റേഷൻ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് വോൾട്ടേജ് കൊടുക്കാൻ പറ്റും. വൈഡ് റേഞ്ച് ഓഫ് വോൾട്ടേജ് കൺട്രോൾ പറ്റും. വൈഡ് റേഞ്ച് ഓഫ് V, അതായത് ടെർമിനൽ വോൾട്ടേജ് നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നോർമലി ടെസ്റ്റിംഗ് പർപ്പസിനാണ് ഇത് അധികം ഉപയോഗിക്കുന്നത്. പിന്നെ ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, DC മോട്ടോറിന്റെ എന്താ പറയാ, ചില കേസിൽ DC മോട്ടോഴ്സിനുള്ള പവർ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. വാട്ട് ലിയാനോഡ് സെറ്റ്സിലൊക്കെ. വാട്ട് ലിയാനോഡ് നമ്മൾ പറഞ്ഞിട്ടില്ല, കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. സോ പവർ സോഴ്സ് ടു DC മോട്ടോർ, DC മോട്ടോഴ്സ് ചിലപ്പോ യൂസ് ചെയ്യാറുണ്ട്. അവിടെ വേണ്ടത് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന കേസിലാണ് കേട്ടോ. DC മോട്ടോറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ ബൈ യൂസിങ് വാട്ട് ലിയാനോഡ് സെറ്റ്സിന്റെ കേസിലാണെങ്കിൽ.
വാട്ട്ലി അനോഡിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ തൽക്കാലത്തേക്ക് ആലോചിച്ച് വെക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നുണ്ട്, അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, സെപ്പറേറ്റ് ആയിട്ട് പറയാം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ അതും കൂടി കുത്തിക്കയറ്റാത്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് വെച്ചോളൂ. സിമ്പിൾ ആണ്, ഈ ഇക്വേഷൻസ് ഒക്കെ സിമ്പിൾ ആണ്. ഫീൽഡ് വൈൻഡിങ്ങിന്റെ കാര്യം ആലോചിക്കുക, ലാർജ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് തിൻ വയർ, എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ അപ്ലിക്കേഷൻ അതാണ് ഇത് വരുന്നത്, ടെസ്റ്റിംഗ് പർപ്പസിനാണ് മെയിൻലി ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു അപ്ലിക്കേഷൻ ആണ് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ അടുത്തതിലേക്ക് പോവാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ സെൽഫ് എക്സൈറ്ററിന്റെ കേസാണ്. സെൽഫ് എക്സൈറ്റഡ്, മറ്റേന് വേണമെങ്കിൽ നമുക്ക് നമ്പർ ചെയ്യണമെങ്കിൽ നമ്പർ ചെയ്യായിരുന്നു. ഇത് സേ 1 എന്ന് ഇട്ടിട്ടുള്ളതുകൊണ്ട് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്, സെൽഫ് എക്സൈറ്റഡിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, 2 എന്ന് വിളിക്കാം. ഇതിന്റെ അണ്ടറിലാണ് ഇനിയുള്ള കാറ്റഗറീസ് വരുന്നത്. സോ സെൽഫ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈറ്റഡ് ബൈ ദ കറന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ജനറേറ്റർ ദംസെൽഫ്. ഓക്കെ, എക്സൈറ്റേഷൻ ഫ്രം വിത്തിൻ എന്ന് പറയാം. ഓക്കെ, അതിലത്തെ തന്നെ കറണ്ട് കാരണമാണ് എന്ത് നടക്കുന്നത്, എക്സൈറ്റേഷൻ നടക്കുന്നത് ഇവിടെ. ഓക്കെ ഓക്കെ, ഇനി അതിന്റെ ക്ലാസിഫിക്കേഷൻ മാത്രം നമുക്ക് നോക്കിയാൽ മതി തൽക്കാലത്തേക്ക്. സോ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് വന്നത് ഏതായിരുന്നു, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഷണ്ട് ആയിരുന്നു. സോ ഷണ്ട് വൗണ്ട് ഡി സി ജനറേറ്ററിന്റെ കേസ് ആദ്യം ഡിസ്കസ് ചെയ്യാം. സോ ഷണ്ട് വൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നത് പോലെ തന്നെ ആർമേച്ചറിന് അക്രോസ് ആയിട്ടാണ് എന്ത് കണക്ട് ചെയ്യേണ്ടത്, ഷണ്ട് വൈൻഡിങ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ആർമേച്ചർ. ഇതിന് പാരലൽ ആയിട്ട്, അതാണ് അക്രോസ് അല്ലെങ്കിൽ ഷണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതിന് അക്രോസ് ആയിട്ടായിരിക്കും എന്തുണ്ടായിരിക്കുക, നമ്മളുടെ ഷണ്ട് വൈൻഡിങ് ഉണ്ടായിരിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇതും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്, എന്ത് ലോഡും കൂടി ഇതിലുണ്ട്, ലോഡിനെയും കൂടി നമ്മൾ കാണിക്കണം. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ സർക്യൂട്ടിൽ വരുന്നത്. പിന്നെ ഓരോ കാര്യങ്ങളും മാർക്ക് ചെയ്യുക. ആദ്യം പറഞ്ഞു എന്താ, ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യം അവിടെ കാണിക്കണം. എന്തായിരുന്നു, ആർമേച്ചർ റെസിസ്റ്റൻസ് ഉണ്ട് ഇതില് R, അതേപോലെ ഇതിന് അക്രോസ് ആയിട്ടുള്ള ജനറേറ്റഡ് വോൾട്ടേജ് EG എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന കറണ്ട് ആണ് IA. ഈ കറണ്ട് വന്നിട്ട് ഇത് R സീരീസ് ആണ്, സോറി ഷണ്ട് ആണ്, RSH എന്ന് വിളിക്കുന്ന അതിന്റെ റെസിസ്റ്റൻസിനെ. ഇത് നമ്മളുടെ ലോഡാണ്. സോ ലോഡിൽ കൂടെയുള്ള കറണ്ട് ലെറ്റ് ഇറ്റ് ബി IL. അതേപോലെ തന്നെ ഈ ഷണ്ട് ഫീൽഡിൽ കൂടെ ഒരു കറണ്ട് വരും, അതിനെ ISH എന്ന് വിളിക്കാം. ഇത് ഇവർക്കൊക്കെ കൊടുക്കുന്നത്, അതായത് ലോഡിലേക്ക് ആയാലും ഷണ്ട് ഫീൽഡിംഗിലേക്ക് ആയാലും സപ്ലൈ ചെയ്യുന്നത് ആര് തന്നെയാണ്, IA ആണ് സപ്ലൈ ചെയ്യുന്നത്. കാരണം ഇതാണ് ജനറേറ്റർ വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് സിംപ്ലി ഡയറക്റ്റ് ആയിട്ട് എഴുതാവുന്ന ഇക്വേഷൻസ് എഴുതി വെക്കുക, ഓർത്ത് വെക്കുക. IA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ KCL ആണ്. സോ IA വിൽ ബി ഈക്വൽ ടു വാട്ട്, IL പ്ലസ് ISH. ഈ ISH എന്ന് പറയുന്നത് പല കേസിലും നെഗ്ലക്ട് ചെയ്യാവുന്ന രീതിയിൽ ആയിരിക്കും, ചെറിയ കറണ്ട് ആയിരിക്കും. കാരണം ISH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീ അറിയുന്ന കാര്യമാണ്. ISH ഈസ് ഈക്വൽ ടു വാട്ട്, ISH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V ബൈ എന്ത് എഴുതാം, RSH എന്ന് എഴുതാം. കാരണം ഇവിടെ V എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് കേട്ടോ. V നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, ടെർമിനൽ വോൾട്ടേജ് ആണ്, ലോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. കാരണം ഇതിന് പാരലൽ ആയിട്ടാണ് നിൽക്കുന്നത്. സോ V ഡിവൈഡഡ് ബൈ RSH ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ISH കിട്ടും. സോ പല RSHന്റെ വാല്യൂ കുറച്ച് കൂടുതലായതുകൊണ്ട് പല കേസിലും ഇതിന്റെ വാല്യൂ എന്തായിരിക്കും, കുറവായിരിക്കും. നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ ഇവിടുന്ന് എഴുതേണ്ട ഇക്വേഷൻ നമ്മുടെ വോൾട്ടേജ് ഇക്വേഷൻ ആണ്, V ആണ്. V ഈസ് ഈക്വൽ ടു EG-യിൽ നിന്ന് എന്തൊക്കെ കുറഞ്ഞു പോയി എന്നുള്ളതാണ് നോക്കേണ്ടത്. സോ വിയിലേക്ക് എത്തുമ്പോൾ എന്താ കുറയുന്നത്, EG-യിൽ നിന്ന് എന്ത് മാത്രമേ കുറയുന്നുള്ളൂ, IARA മാത്രം. ഈ ഒരു പാത്ത് എടുക്കുമ്പോൾ, ഈ ഒരു ലൂപ്പ് എടുക്കുമ്പോൾ IARA അവിടുന്ന് കുറയും. സോ EG മൈനസ് IARA. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്തും കൂടി എഴുതാം, ബ്രഷ് ഡ്രോപ്പ് ലോസും കൂടി, ബ്രഷ് ഡ്രോപ്പും കൂടി എഴുതാം. ഇത്രയാണ് ഇവിടെ വരുന്നത്. സോ ഇവിടത്തെ കേസിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എന്ത് വരുന്നത്, ഫീൽഡ് വൈൻഡിങ് വരുന്നത്. എന്തായിരുന്നു നേരത്തെ പറഞ്ഞത്, ഫീൽഡ് വൈൻഡിങ് ഏത് ടൈപ്പ് ആണെന്നാ പറഞ്ഞേ, ഫീൽഡ് വൈൻഡിങ് എന്തായിരുന്നു പറഞ്ഞേ, മോർ നമ്പർ ഓഫ് ടേൺസ് ആണ്, മോർ നമ്പർ ഓഫ് ടേൺസ് ഓഫ് തിൻ വയർ. അതിനാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് വരുന്നത്. അത് അവസാനം തെറ്റിക്കരുത്. പിന്നെ ഫീൽഡ് വൈൻഡിങ്ങും ലോഡും ഇവിടെ എന്താ പറയാ, ഫീൽഡ് വൈൻഡിങ് ആൻഡ് ലോഡ് ഈസ് കണക്റ്റഡ് അക്രോസ് ദ സപ്ലൈ ആണ്, കണക്റ്റഡ് അക്രോസ് ആണ് എന്തിന്, ആർമേച്ചറിന്. അതുകൊണ്ടാണ് ഇതിനെ ഷണ്ട് എന്നുള്ള രീതിയിൽ, ഈ പാരലൽ എന്നും പറയാം, പാരലൽ ആണ് ഇവിടെ കണക്ഷൻ വന്നിട്ടുള്ളത്. ഈ കേസിൽ
എന്താ പറയാ ഷണ്ട് കറണ്ട് എന്ന് ഇപ്പൊ ഇവിടുത്തെ കേസിൽ ഇപ്പൊ നോക്കുക, നമ്മൾ എന്താ തിൻ വയറാണ്. തിൻ വയർ ആകുമ്പോൾ ഇതൊക്കെ പറയുന്നത് ഈ ഒരൊറ്റ റിലേഷന്റെ ബേസിലാണ് കേട്ടോ. നമുക്കറിയാം ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് എടുക്കുമ്പോൾ ആ ഒരു ബേസിൽ തിന്നാവുമ്പോൾ നമുക്ക് എന്താ എന്ത് കൂടുതലായിരിക്കും, റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് കുറവായിരിക്കും ഈ കേസിൽ, ISH will be small. So ISH സ്മോൾ ആയിരിക്കും ഈ കേസിൽ വരിക. ഓക്കെ, അപ്പൊ അതാണ് അവിടുത്തെ ആവശ്യം വരുന്നത്. കാരണം മെയിൻ ആയിട്ടുള്ള ഇത് എവിടേക്ക് തന്നെയാണ്, ലോഡിലോട്ട് തന്നെയാണ് പോകുന്നത്. ഈ ജനറേറ്റ് ചെയ്തതിന്റെ മാക്സിമം എവിടേക്ക് കിട്ടണം, ലോഡിലേക്ക് കിട്ടുന്ന രീതിയിൽ ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ അപ്ലിക്കേഷൻസ് വരുന്നത് ജനറൽ ലൈറ്റിങ്ങിന് നോർമലി യൂസ് ചെയ്യുന്നത് ഇതാണ്, അതായത് ഷണ്ടാണ്, ജനറൽ ലൈറ്റിംഗ്. പിന്നെ വേറെ എന്തെങ്കിലും അപ്ലിക്കേഷൻസ് കേട്ടിട്ടുണ്ടോ? ജനറൽ ലൈറ്റിംഗ് വരുന്നുണ്ട്. അതേപോലെ ബാറ്ററി ചാർജിങ്ങിന് ഷണ്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് വോൾട്ടേജ് എന്നുള്ളത് പറയാം, ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് വോൾട്ടേജ് എന്ന് പറയാം, പക്ക കോൺസ്റ്റന്റ് എന്നല്ല. ഇതിന്റെ കേസിൽ നമുക്ക് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ്. അത് എന്തുകൊണ്ടാണ് ഓൾമോസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞത് നമുക്ക് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ മനസ്സിലാവും. ആ ഒരു റീസൺ കൊണ്ട് ഇതിനെ എന്തിനു ഉപയോഗിക്കാറുണ്ട്, ബാറ്ററി ചാർജിങ്ങിന് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ആൾട്ടർനേറ്ററിന്റെ എക്സൈറ്റേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്, എക്സൈറ്റേഷൻ ടു ആൾട്ടർനേറ്റേഴ്സ്. അതേപോലെ സ്മോൾ പവർ സപ്ലൈസിൽ യൂസ് ചെയ്യാറുണ്ട്, ലൈക്ക് പോർട്ടബിൾ ജനറേറ്റേഴ്സ്, സ്മോൾ പവർ സപ്ലൈസ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് ഷണ്ടിന്റെ കേസിൽ. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോവാം. സോ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഏതാ, സീരീസ് ആണ്, സീരീസ് വൗണ്ട് ആണ്, സീരീസ് വൗണ്ട്. ഓക്കെ, സോ അപ്പോൾ സീരീസ് വൗണ്ടിന്റെ കേസിൽ നേരത്തെ ജസ്റ്റ് ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമേച്ചറിന് എങ്ങനെയായിട്ടാണ് നമ്മളുടെ വൈൻഡിങ് ഇരിക്കാൻ പോകുന്നത്, സീരീസ് ആയിട്ടാണ് വരാൻ പോകുന്നത്. സീരീസ് കണക്ഷൻ ആയിട്ടാണ് എന്ത് വരുന്നത്, വൈൻഡിങ്ങും വരുന്നത്. സീരീസ് ആയിട്ടാണ് ഫീൽഡ് വൈൻഡിങ്ങും വരുന്നത്. അതേപോലെ അതേ ഇതിൽ തന്നെയാണ് എന്തും കയറാൻ പോകുന്നത്, നമ്മളുടെ ലോഡും കയറാൻ പോകുന്നത്. സോ എല്ലാവരും ഒരൊറ്റ പാത്ത് മാത്രമേ അവിടെ ഉള്ളൂ, ഒരൊറ്റ ക്ലോസ്ഡ് പാത്ത് മാത്രമേ അവിടെ ഉള്ളൂ എന്ന് ശ്രദ്ധിക്കുക. സോ ഇവിടെ ഒരു കറണ്ടിന് ഒരു ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞ ഒരു കാര്യം നടക്കുന്നേ ഇല്ല. അപ്പൊ അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്. ഇവിടെ നേരത്തെ പോലെ തന്നെ നമ്മൾ RA ഉണ്ടായിരിക്കും, ഇവിടെ നമ്മുടെ എന്തുണ്ടായിരിക്കും, EG ഉണ്ടായിരിക്കും. ഇതിനെ നമുക്ക് സീരീസ് ആയതുകൊണ്ട് RSC എന്ന് വിളിക്കുന്നു. ഇത് നമ്മുടെ ലോഡാണ്. ഓക്കെ, ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന കറണ്ട് IA എന്ന് തന്നെ വിളിക്കുന്നു, ആർമേച്ചറിന് വരുന്ന കറണ്ട് എന്ന രീതിയിൽ. ഇനി ഇത് സീരീസ് വൈൻഡിങ്ങിൽ കൂടെ പോകുന്നതിന് വേണമെങ്കിൽ I സീരീസ് എന്ന് വിളിക്കാം. ഫൈനലി ലോഡിലേക്ക് എത്തുന്നതിന് നമ്മൾ വിളിച്ചാൽ എന്താ, IL ആണ്. ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജിനെയാണ് നമ്മൾ എന്ത് വിളിച്ചുകൊണ്ടിരുന്നത്, V എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു കേസിലെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ IA ഈസ് ഈക്വൽ ടു I സീരീസ് വിച്ച് ഈസ് ഈക്വൽ ടു IL എന്നാണ്. അപ്പൊ ഒറ്റ കറണ്ട് ഇവിടെ ഉള്ളൂ. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീരീസ് വൈൻഡിങ് ഭയങ്കര ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അയാൾ ഇപ്പൊ ഫുള്ള് ലോഡ് കറണ്ടും കൊണ്ടുപോകണം. കാരണം അയാൾ കൂടെ കയറിയിട്ടാണ് എന്തിലേക്ക് പോകുന്നത്, ലോഡിലേക്ക് പോകുന്നത്. മറ്റൊരു കേസിലാണിപ്പോ ഇതിനെ അക്രോസ് ആയിരുന്നു, അപ്പൊ ആ ഒരു പ്രശ്നം കാണില്ല. പക്ഷെ ഇപ്പൊ ലോഡ് എന്തെടുക്കുന്നുണ്ടോ അത് ആരിൽ കൂടിയും കയറി വരണം, നമ്മുടെ സീരീസ് വൈൻഡിങ്ങിൽ കൂടിയും കയറി വരണം. ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ സീരീസ് വിത്ത് ദ ആർമേച്ചർ ആസ് വെൽ ആസ് ദ ലോഡ്. അതുകൊണ്ട് തന്നെ ഇവിടത്തെ എന്താ പറയാ ഫീൽഡ് വൈൻഡിങ് എങ്ങനെയായിരിക്കും, ഫീൽഡ് വൈൻഡിങ് കൂടുതൽ കറണ്ട് എടുക്കണം, എന്തായിരിക്കും, ലെസ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് തിക്ക് വയർ ആയിരിക്കും. ഓക്കെ, ഓഫ് തിക്ക് വയർ. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് വരുന്നത്, ശ്രദ്ധിക്കുക. അതേപോലെ ഇവിടെ നമ്മൾ ഈ വോൾട്ടേജ് ഇക്വേഷൻ എഴുതാണ്ടായിരുന്നു, എഴുതിയിട്ടുണ്ടായില്ല. വോൾട്ടേജ് ഇക്വേഷൻ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്, V എന്ന് പറഞ്ഞാൽ EG-യിൽ നിന്നുള്ള ഡ്രോപ്പുകളാണ്. ഇപ്പോഴത്തെ കേസിൽ ആർമേച്ചർ റെസിസ്റ്റൻസ് മാത്രമല്ല, സീരീസ് വൈൻഡിങ് അവിടെ ചാടി കയറി വന്നിട്ടുണ്ട്, ഇതിന് സീരീസ്. അപ്പൊ അവിടെയും ഡ്രോപ്പ് വരും. ആർമേച്ചർ റെസിസ്റ്റൻസും ബ്രഷ് ഡ്രോപ്പും മാത്രമല്ല, സീരീസിന്റെ ഡ്രോപ്പും കൂടി വരും. സോ ഇറ്റ് വിൽ ബി ലൈക്ക് EG മൈനസ് വാട്ട്, IARA മൈനസ് IAR സീരീസ് മൈനസ് VB. ഈ രീതിക്കാണ് വരിക. ഞാൻ പവറിന്റെ ഇക്വേഷൻസ് ഒന്നും എഴുതുന്നില്ല കേട്ടോ, അതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാവുന്ന കാര്യം കൊണ്ട് ഞാനത് വിട്ടു പോകുന്നു. അവിടെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, സോ ഫീൽഡ് വൈൻഡിങ് ശ്രദ്ധിക്കണം, ലെസ് ടേൺസ് ഓഫ് തിക്ക് വയർ ആണ്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. റെസിസ്റ്റൻസ് വിൽ ബി ലോ, ദാറ്റ് മീൻസ്
കറണ്ട് വിൽ ബി ഹൈ. കാരണം നമ്മൾ പറഞ്ഞു ലോഡ് കറണ്ട് ആര് കൊണ്ടുപോകണം, ഇയാള് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോ ഇതും ഈ പറഞ്ഞ പോലെ റയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ചില സ്പെഷ്യൽ പർപ്പസുകൾക്കാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ബൂസ്റ്റർ ആയിട്ടാണ്. ബൂസ്റ്റർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തില് ബൂസ്റ്റർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് എന്താ പറയാ, വോൾട്ടേജ് ഡ്രോപ്പ് കോമ്പൻസേറ്റ് ഫോർ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. കോമ്പൻസേറ്റ് ഫോർ വോൾട്ടേജ് ഡ്രോപ്പ്. ഇപ്പോൾ നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ കേട്ടിട്ടുണ്ടായിരിക്കാം, എവിടെയെങ്കിലും പവർ സിസ്റ്റത്തിൽ വോൾട്ടേജ് ഡ്രോപ്പ് വരാം. അപ്പൊ ഈ വോൾട്ടേജ് ഡ്രോപ്പിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ബൂസ്റ്റർ. ഈ ബൂസ്റ്റർ ആയിട്ട് നമുക്ക് എന്തിനു ഉപയോഗിക്കാം, സീരീസ് മൗണ്ട് ജനറേറ്ററിനെ ഉപയോഗിക്കാവുന്നതാണ്. അത് മെയിൻലി റെയിൽവേ പവർ സിസ്റ്റത്തിലൊക്കെയാണ് കാണുക. ഓക്കെ, റെയിൽവേ പവർ സിസ്റ്റത്തിലൊക്കെയാണ് ജനറലി നമ്മളത് കാണുക. അപ്പൊ അതാണ് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. അതേപോലെ തന്നെ സീരീസ് ആർക്ക് ലൈറ്റിങ്ങിന് യൂസ് ചെയ്യാം. സീരീസ് ആർക്ക് ലൈറ്റിംഗ്. ഓക്കെ, പിന്നെ പവർ സപ്ലൈക്ക് അധികം യൂസ് ചെയ്യാറില്ല. അതൊരു കാര്യമാണ്. നേരത്തെ ഞാൻ അപ്പുറത്ത് പറഞ്ഞിരുന്നു, ജനറൽ പവർ സപ്ലൈക്ക് നമ്മൾ ഏതാ ഷണ്ട് ഉപയോഗിക്കാന്ന് പറയും. ഇത് റെസ്ട്രിക്റ്റഡ് ആണ് സത്യം പറഞ്ഞാൽ. അതും നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. റെസ്ട്രിക്റ്റഡ് ഫോർ ദ യൂസ് ഓഫ് പവർ സപ്ലൈ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ക്യാരക്ടേഴ്സ്, അത് ശരിക്കും ഇവിടെ പറയണ്ടല്ല, എന്നാലും ഒപ്പം പറഞ്ഞു പോവാം. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുമ്പോൾ, വി ഐ ക്യാര വരുമ്പോൾ റൈസിങ് ആയിട്ടുള്ള ക്യാരിയാണ് വരുന്നത്. അതായത് ലോഡ് കൂടുന്തോറും ഇതിന്റെ എന്താ വോൾട്ടേജ് കൂടി വരികയാണ് ചെയ്യുക. അപ്പൊ അതൊരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, ഇതിനെ നോർമലി എന്തിനും ഉപയോഗിക്കാറില്ല, നമ്മൾ പവർ സപ്ലൈക്ക് ആയിട്ട് ഉപയോഗിക്കാറില്ല. കാരണം ടെർമിനൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക, എന്തിൽ നിന്ന് നോ ലോഡിൽ നിന്ന് ഫുൾ ലോഡിലേക്ക് പോകുന്നതുകൊണ്ട്. അതുകൊണ്ട് നോർമലി പിന്നെ നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് വേണമെങ്കിൽ പറയാം, കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് അപ്ലിക്കേഷൻസിനാണ് പലപ്പോഴും ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോ ചില കേസിൽ നമുക്ക് എന്താ പറയാ, ഡി സി ലോക്കോമോട്ടീവ്സിന്റെ ഫീൽഡ് എക്സൈറ്റേഷൻ, അതും വേണമെങ്കിൽ എഴുതാം. കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് applications, current source type applications ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് ലൈക്ക് ഫീൽഡ് എക്സൈറ്റേഷൻ, കറണ്ട് ഇൻ ഡി സി ലോക്കോമോട്ടീവ്സ്, ദെൻ ബൂസ്റ്റേഴ്സ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, സീരീസ് ആർക്ക് ലൈറ്റിംഗ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതിൽ അഡീഷണൽ ആയിട്ട് പറയാണ്ടുണ്ടായിരുന്ന ഒരു സാധനം കൂടി ഇവിടെ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഫീൽഡ് എക്സൈറ്റേഷൻ current in ഡി സി ലോക്കോമോട്ടീവ്സ്. അപ്പോൾ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ ബേസിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഏതൊരു സാധനം പഠിക്കുമ്പോഴും നമ്മൾ അതിന്റെ അപ്ലിക്കേഷൻ അറിഞ്ഞു വേണം പഠിക്കാൻ. അല്ലാണ്ട് വെറുതെ എന്താണ് എന്നുള്ളത് വെറുതെ അറിഞ്ഞു വെച്ചിട്ട് കാര്യമില്ല. എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായ ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മൾ ഇതിൽ വരുന്നത്, സീരീസിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മളുടെ തേർഡ് കാറ്റഗറി ഏതായിരുന്നു, കോമ്പൗണ്ട് ആണ്. So compound generator. Okay, so compound എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ, എന്താ രണ്ട് ടൈപ്പ് ഉണ്ട്, ലോങ് ഷണ്ടും ഉണ്ട് ഷോർട്ട് ഷണ്ടും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലത്തെ ഫസ്റ്റ് വൺ ലോങ് ഷണ്ട്, സെക്കൻഡ് വൺ ഷോർട്ട് ഷണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ ജസ്റ്റ് ഡയഗ്രാം വരയ്ക്കുന്നു. ഇക്വേഷൻസ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം അറിയുന്നത് കൊണ്ട് നമുക്കത് ഡിറൈവ് ചെയ്യാൻ എഴുതാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ലോങ് ഷണ്ട് ആണ്. ലോങ് ഷണ്ട് ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഫീൽഡ് വൈൻഡിങ്, സീരീസ് ഫീൽഡ് വൈൻഡിങ് കണക്ട് ചെയ്തിട്ട് അതിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നുള്ളൂ, ഷണ്ട് വൈൻഡിങ് കണക്ട് ചെയ്യുന്നുള്ളൂ. അതാണ് ലോങ് ഷണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നേരത്തെ പോലെ തന്നെ ഇവിടെ എന്തും ഉണ്ടായിരിക്കും, നമ്മളുടെ ലോഡ് ഉണ്ടായിരിക്കും. ജസ്റ്റ് എല്ലാത്തിനും പേര് കൊടുക്കാം, ഇക്വേഷൻസ് എഴുതാമെന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അഗെയിൻ RA ഉണ്ടായിരിക്കും, ഇതിന് അക്രോസ് എന്തുണ്ടായിരിക്കും, EG ഉണ്ടായിരിക്കും. ഇത് നമ്മളുടെ ലോഡാണ്. ഇതിന് അക്രോസ് ആണ് എന്ത് എടുക്കുന്നത്, നമ്മൾ ടെർമിനൽ വോൾട്ടേജ് V എടുക്കുന്നത്. ഇനി ഇത് RSH, ദിസ് തിങ് ഈസ് RSC. ഇത് കൂടുതൽ ജനറേറ്റർ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് വരുന്നത്. സോ ദിസ് ഈസ് IA എന്ന് പറയുന്നത്. ഈ IA തന്നെയാണ് എന്തായിട്ട് വരുന്നത്, I സീരീസ് ആയിട്ട് വരുന്നത്. ഇത് ഇവിടെ വന്നിട്ട് സ്പ്ലിറ്റ് ആവും എന്തൊക്കെയായിട്ട്, IL ആയിട്ടും
എന്താ ഐ എസ് എച്ച് ആയിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇതിന്റെ ബേസിൽ നമുക്ക് ഇക്വേഷൻസ് എഴുതാവുന്നതാണ്. രണ്ട് കറണ്ടുകൾ അവിടെ എന്താണ് ഈക്വൽ ആണ്. ഏതൊക്കെ രണ്ട് കറണ്ടുകൾ ഈക്വൽ ആവുന്നത്? സീരീസിൽ വരുന്ന കറണ്ടുകൾ ഏതൊക്കെയാ? ഐ എ ഈക്വൽ ടു ഐ സീരീസ് എന്ന് നമുക്ക് അവിടെ പറയാവുന്നതാണ്. വിച്ച് ഈസ് അഗൈൻ ഈക്വൽ ടു IL പ്ലസ് ഐ ഷണ്ട് അല്ലെ? ശരിയല്ലേ? ജസ്റ്റ് അവിടെ കറണ്ട് വന്നിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വിചാരിക്കുന്നു കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞാൻ വേഗം പറഞ്ഞു പോണേ. ഇതിൽ ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. സോ ഈ കറണ്ട് വരുന്നു, ഇവിടെ സ്പ്ലിറ്റ് ആവുന്നു. KCL അപ്ലൈ ചെയ്താൽ ISH പ്ലസ് IL കിട്ടും. അതേപോലെ നമുക്കിവിടെ ഈ എന്താ പറയാ KVL ഇക്വേഷൻ എഴുതാം. വോൾട്ടേജ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു EG മൈനസ് എന്താ IARയും വരും. സീരീസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് എന്തും കൂടി വരും, IAR സീരീസ് വരും മൈനസ് നമ്മളുടെ VB വരും. ഇത്രയാണ് ഇതിൽ വരുന്നത്. അതിപ്പോ ഏതാ കേസ്? ലോങ് ഷണ്ട് ആണ്. ഇതേപോലെ നമ്മൾ ഷോർട്ട് ഷണ്ട് വരുമ്പോൾ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ഷനിലാണ് എന്ത് വരുന്നത്, വ്യത്യാസം വരുന്നത്. എവിടെയാണ് നമ്മുടെ ഷണ്ട് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതിലാണ് ഡിഫറൻസ് വരുന്നത്. ഇവിടുത്തെ കേസിൽ ഷണ്ട് കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തിന് അക്രോസാ? ഈ ആർമേച്ചറിന് അക്രോസ് ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഷണ്ട് കണക്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ RSH. ഇത് കൂടുതലുള്ള കറണ്ട് ആണ് എന്തെന്ന് പറയുന്നത്, ISH എന്ന് പറയുന്നത്. ഈ കേസിൽ ഇക്വേഷൻസ് എഴുതാണെങ്കിൽ ഐ എന്ന് പറഞ്ഞ ഒറ്റയ്ക്കാണ്. ഐ ഇവിടെ വന്നത് സ്പ്ലിറ്റ് ആയി പോകുന്നു. ഇതിൽ എന്താണ് നമുക്ക് ഈക്വൽ പറയാൻ പറ്റുന്നത്? ഐ സീരീസും ILഉം ഈക്വൽ ആണ് എന്ന് പറയാമെന്ന് മാത്രം. ഇവിടുത്തെ ഐ എന്ന് പറഞ്ഞത് സ്പ്ലിറ്റ് ആയി പോയിട്ടാണ് എന്താവുന്നത്, ലോഡ് കറണ്ടും അതേപോലെ ഷണ്ടിൽ കൂടുള്ള കറണ്ടും ആയി മാറുന്നത്. എഗെയിൻ നമുക്ക് വോൾട്ടേജ് ഇക്വേഷൻ എഴുതാവുന്നതാണ്. KVL EG മൈനസ് എന്താ IAR. ഓക്കെ, അതൊന്നും കൂടെ ശ്രദ്ധിക്കുക. നമുക്ക് ഇവിടെ ഈ ഒരു പാത്ത് തന്നെയാണ് എടുക്കേണ്ടി വരിക. ഈ ഒരു പാത്താണ് എടുക്കേണ്ടി വരിക. ഈ ഒരു പാത്തിൽ വരുമ്പോൾ ഇവരെല്ലാം സീരീസിലുള്ള സീരീസ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പൊ അതിൽ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. IAR മൈനസ് എല്ലാവും കറണ്ട് മാറും. ILR സീരീസ് മൈനസ് VB. അതാണ് ഇവിടുത്തെ കേസിൽ വരുന്നത്. ഓക്കെ, കോമ്പൗണ്ട് ആണ് ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കോമ്പൗണ്ട് ജനറേറ്റേഴ്സ് ആണ് വൈഡ്ലി യൂസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കോമ്പൻസേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, പിന്നീട് പറയാം. സോ ദീസ് ആർ വൈഡ്ലി യൂസ്ഡ്. റീസൺ എന്താണെന്ന് ഓർത്ത് വെച്ചോളുക. ബിക്കോസ് ഓഫ് ദെയർ കോമ്പൻസേറ്റിംഗ് പ്രോപ്പർട്ടി. കോമ്പൻസേറ്റിംഗ് ഞാൻ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ അവിടെ പറയാമെന്ന് വിചാരിക്കുന്നു. പറയാം. ഓക്കെ, സോ കോമ്പൻസേറ്റിംഗ് പ്രോപ്പർട്ടി കാരണം എന്താണെന്നുള്ളത് പറയാം. ആ ഒരു റീസൺ കാരണം ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടുത്തെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഷണ്ടും ഉണ്ടാവും സീരീസും ഉണ്ടായിരിക്കും. ഏത് ഫീൽഡ് ആയിരിക്കും സ്ട്രോങ്ങർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് ഫീൽഡാ? ഷണ്ട് ആണ് സ്ട്രോങ്ങർ. ഓക്കെ, അത് ഓർത്തു വെച്ചോളാം. അതുകൊണ്ടാണ് അതിന്റെ പേര് അങ്ങനെ ഇട്ടിട്ടുള്ളത്. ഷണ്ട് ഫീൽഡ് ഈസ് stronger than series field. ഓക്കെ, ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതല്ലാണ്ട് ഇതിനൊരു ക്ലാസിഫിക്കേഷൻ കൂടി വരുന്നുണ്ട് കോമ്പൗണ്ട് ജനറേറ്ററിൽ. എന്തായിരുന്നു ക്ലാസിഫിക്കേഷൻ? വേറൊരു തരത്തിലും കൂടി ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി വേണം ഡിഫറൻഷ്യലി ആൻഡ് ക്യുമുലേറ്റീവ്. അതായത് കോമ്പൗണ്ട് ചെയ്തിരിക്കുന്നത്. കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താ, നമുക്ക് സീരീസും ഉണ്ട് ഷണ്ടും ഉണ്ട്. രണ്ട് വൈൻഡിങ്ങുകൾ ഉണ്ട്. രണ്ട് വൈൻഡിങ്ങുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് ആൾക്കാർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റൈസേഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ അവരെങ്ങനെയാണ് പരസ്പരം കെടുക്കുന്നത്, അവർ പരസ്പരം തമ്മിലുള്ള ബന്ധം എന്താണ്, ആ ബന്ധത്തിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ക്യുമുലേറ്റീവ്ലി കോമ്പൗണ്ടഡ് ആൻഡ് ഡിഫറൻഷ്യലി കോമ്പൗണ്ടഡ്. അപ്പൊ ആ രീതിക്കും കൂടി ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ക്യുമുലേറ്റീവ്ലി. ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് പലപ്പോഴും ക്വസ്റ്റ്യൻസിൽ വരുന്ന സാധനം. ക്യുമുലേറ്റീവ്ലി കോമ്പൗണ്ടഡ്, and differentially compounded. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ ക്യുമുലേറ്റീവിലും ഡിഫറൻഷ്യലും എന്ന് ക്ലാസിഫൈ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സീരീസ് ആണല്ലോ അവിടുത്തെ സെക്കൻഡറി. സീരീസ് ഷണ്ടിനെ എന്താണ് സഹായിക്കുന്നുണ്ടോ അതോ സഹായിക്കുന്നില്ലേ എന്നുള്ളതാണ്. ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേര് തന്നെ മനസ്സിലാക്കാം, അഡീറ്റീവ് ആണ്. അപ്പൊ അഡീറ്റീവ് ആണ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓർ എയ്ഡിങ് ഓർ അഡീറ്റീവ് എന്നുള്ള
മീനിങ് ആണ് ഇവിടെ വരുന്നത്. ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ്. ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പോസിങ് ആണ്, എതിർക്കുന്ന എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത് എന്നുള്ളത് ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ സംഭവം എളുപ്പമായി. ഫസ്റ്റത്തെ കേസിൽ നമ്മളുടെ എന്താ സീരീസ് ഫീൽഡ് എന്ന് പറയുന്നത് എയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത്. എയ്ഡ്സ് ഏതാ ഷണ്ട് ഫീൽഡ്. രണ്ടാമത്തെ കേസിൽ ഓട്ടോമാറ്റിക്കലി ഒബ്വിയസ്ലി എന്തായിരിക്കും സീരീസ് ഫീൽഡ് എന്ന് പറയുന്നത് ഒപ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്, എതിർക്കാണ് ചെയ്യുന്നത്. ഒപ്പോസസ് വാട്ട് ഷൻ ഫീൽഡ്. ഓക്കെ, സോ അതാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതില് ഓൾമോസ്റ്റ് നമ്മളുടെ എന്താ ഷണ്ട് ജനറേറ്ററിന് സിമിലർ ആയിട്ടുള്ള ക്യാരിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരിക, നമ്മളുടെ ക്യുമുലേറ്റീവ്ലി കോമ്പൗണ്ടഡിൽ വരിക. പക്ഷെ അത് ഇപ്പൊ പറയുന്നതിലും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ പറയാമെന്ന് വിചാരിക്കുന്നു കുറച്ചും ഡീറ്റെയിൽ ആയിട്ട്. ഷണ്ട് ഉപയോഗിക്കാവുന്നിടത്ത് പലപ്പോഴും ക്യുമുലേറ്റീവ്ലി കോമ്പൗണ്ടഡ് ആണ് ഉപയോഗിക്കുന്നത്. കാരണം ഷണ്ടില് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ഈ ക്യുമുലേറ്റീവ്ലി കോമ്പൗണ്ടഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ഒരു വാക്ക് ഞാൻ അവിടെ പറയുന്നുണ്ടായിരുന്നു, കോമ്പൻസേറ്റിംഗ് പ്രോപ്പർട്ടി, കോമ്പൻസേഷൻ ചെയ്യാവുന്നത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വോൾട്ടേജിനെ കോൺസ്റ്റന്റ് ആക്കാൻ പറ്റും. അതുകൊണ്ട് പലപ്പോഴും ഷണ്ടിന്റെ നമ്മൾ അപ്ലിക്കേഷൻ പറഞ്ഞ കേസുകളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള യൂസ് വരുന്നത് ക്യുമുലേറ്റീവ്ലി കോമ്പൗണ്ടഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈറ്റിങ്ങിനൊക്കെ നോർമലി യൂസ് ചെയ്യുക ഏതാണ് ക്യുമുലേറ്റീവ്ലി കോമ്പൗണ്ടഡ് ആണ്. അതേപോലെ പവർ സപ്ലൈ, ലൈറ്റിംഗ്, പവർ സപ്ലൈ, ദെൻ എന്താ പറയാ ഹെവി പവർ സർവീസസ്, നമുക്ക് അതിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇവിടെ പലപ്പോഴും ഒരു ഓവർ കോമ്പൻസേറ്റഡ് എന്താന്നുള്ളത് ഞാൻ പിന്നീട് പറയാം ആയിട്ടാണ് യൂസ് വരുന്നത്. അതേപോലെ നമുക്ക് മോട്ടോറിനെ ഡ്രൈവ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്, ഡ്രൈവിംഗ് DC മോട്ടോർ. അതായത് നമുക്ക് കോൺസ്റ്റന്റ് വോൾട്ടേജ് റിക്വയർമെന്റ് വരുന്ന കേസിൽ കേട്ടോ ഉദ്ദേശിക്കുന്നത്, കോൺസ്റ്റന്റ് വോൾട്ടേജ് വരുന്ന കേസിൽ. ഇതൊക്കെയാണ് ജനറലി ക്യുമുലേറ്റീവിന്റെ അപ്ലിക്കേഷൻ വരുന്നത്. അതായത് ജനറൽ നമ്മുടെ ഷണ്ടിന്റെ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇയാൾ ചെയ്തു കൊടുക്കും. അതാണ് ഇയാളുടെ എന്താ ഓഫർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഡിഫറൻഷ്യൽ ആണ്. ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പോസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അവിടുത്തെ കേസിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് വോൾട്ടേജ് ഡ്രോപ്പ് വരും. ഡ്രോപ്പ് വിത്ത് ഇങ്ങനത്തെയാണ് ഇതിന്റെ ക്യാര, വിത്ത് അപ്പൊ ഞാൻ കാണിക്കുന്നത് ഇൻക്രീസ് നാട്ടെ, ഇൻക്രീസ് ഇൻ കറണ്ട്. കറണ്ട് കൂടുന്നതിനനുസരിച്ച് എന്ത് ലാർജ് ആയിട്ട് കുറയും, വോൾട്ടേജ് ലാർജ് ആയിട്ട് കുറയും. ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കാരണം തന്നെ ഈ സാധനത്തിന് ഉപയോഗിക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. എന്തിനാ? ആർക്ക് വെൽഡിങ്ങിന് യൂസ് ചെയ്യുന്നത് ഏതാ ക്യൂമുലേറ്റീവ്ലി അല്ല, ഡിഫറൻഷ്യലി കോമ്പൗണ്ടഡ് DC ജനറേറ്റർ ആണ്. അതിന്റെ കാരണം ഇതാണ്, ലാർജ് വോൾട്ടേജ് ഡ്രോപ്പ് വിത്ത്, അതിന്റെ റിക്വയർമെന്റ് അതാണ്, ലാർജ് വോൾട്ടേജ് ഡ്രോപ്പ് വരണം വിത്ത് ഇൻക്രീസിങ് കറണ്ട്. അപ്പൊ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി പിന്നീട് പറയേണ്ട ഒരു സാധനമാണ്, എന്താ നമ്മുടെ ആർമേച്ചർ റിയാക്ഷന്റെ ലാർജ് ഡിമാഗ്നറ്റൈസേഷൻ എഫക്റ്റ് ആണ് ഇതിൽ വരുന്നത്. അതാണ് അതിന്റെ റീസൺ എന്ന് പറയാം. അത് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതുന്നുണ്ട്, ലാർജ് demagnetization effect of armature reaction is present here. Effect of armature reaction. Okay. ഈ കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തായാലും കേട്ടിട്ടുള്ളതായിരിക്കും, ഒന്ന് നമ്മൾ റീഫ്രഷ് ചെയ്തെടുത്തു മാത്രം. ഇത്രയാണ് തൽക്കാലം ഇതിന്റെ ക്ലാസിഫിക്കേഷനുള്ള ബേസിൽ ഞാൻ പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാനുണ്ട്, അപ്പൊ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. തൽക്കാലം നമുക്കിപ്പോ അതിന് മുന്നേ അതിന്റെ ഇടയിലുള്ള ഒരു ചെറിയ ടോപ്പിക് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു ടോപ്പിക് ഉണ്ട്, അത് ഒന്ന് കവർ ചെയ്ത് പോവാം. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, അപ്പൊ നിങ്ങൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പോവാം. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാട്ടോ, അറിയുന്നതാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ലോസസ് ഇൻ DC ജനറേറ്റേഴ്സ് ആണ് ടോപ്പിക് വരുന്നത്. അപ്പൊ ലോസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഇവിടെ നമ്മുടെ ഒരു കാര്യം ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. എന്താ പറയാ, മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, എന്തായാലും ഇവിടെ ഒന്ന് ഞാൻ എഴുതുന്നു. ബ്രഷ് കോണ്ടാക്ട് ഡ്രോപ്പ്. അപ്പോൾ നമുക്കറിയാം DC ജനറേറ്ററിൽ എന്തുണ്ട്, ബ്രഷസ് ഉണ്ട്. സോ ആ ബ്രഷസിൽ കൂടെ എന്താ ബ്രഷസ് എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ബ്രഷസ് എന്തിനാ ഉപയോഗിക്കുന്നത്? എന്തിനായിരുന്നു ബ്രഷസ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? പ്ലീസ് ആൻസർ. ബ്രഷസ് ഉപയോഗിച്ചിരുന്നത് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് നമ്മൾ കറണ്ടിനെ കളക്ട് ചെയ്യാനാണ്. ഓക്കെ, കളക്ടിങ്, വെരി ഗുഡ്. കളക്ടിങ് കറണ്ട് ഫ്രം എവിടുന്ന കളക്ട് ചെയ്യുന്നത്? കമ്മ്യൂട്ടേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് വിടാനാണ്. അപ്പൊ കറണ്ട് അവിടെ കയറുന്നുണ്ട്. കറണ്ട് എവിടെ പോയോ അവിടെയൊക്കെ പ്രശ്നമാണ്. എന്ത് സംഭവിക്കും? അവിടെ ഡ്രോപ്പ് വരും. സോ വോൾട്ടേജ് ഡ്രോപ്പ് ഓവർ ദ
ബ്രഷ് കോണ്ടാക്ട് റെസിസ്റ്റൻസ് എന്തായാലും ഉണ്ടാവും. സോ ബ്രഷ് കോണ്ടാക്ട് റെസിസ്റ്റൻസിന് ഓവർ ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. ആൻഡ് ദ കറന്റ് passes from the commutator segment to the brushes and finally to the external load is called the brush contact drop. അത് സ്മോൾ ആണ്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് സ്മോൾ ആണ്. എന്താ പലപ്പോഴും നമുക്കത് ഇക്വേഷനും കാര്യങ്ങളൊക്കെ നെഗ്ലക്ട് ചെയ്ത് കളയാം. അത് ജസ്റ്റ് ഒരു വാല്യൂ, ജനറൽ വാല്യൂ ഉള്ളത് കൊണ്ട് അതൊന്ന് പറയാന്ന് വെച്ചിട്ട് ഞാനിവിടെ പറയുന്നത് 0.5 വോൾട്ട് യൂസ് ചെയ്യാറുണ്ട് മെറ്റൽ ഗ്രാഫൈറ്റ് ബ്രഷസ് ആണെങ്കിൽ. മെറ്റൽ ഗ്രാഫൈറ്റിനാണെങ്കിൽ എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ ഓർത്ത് വെച്ചോട്ടെ, എനിക്ക് പറഞ്ഞതാണ്. അതേപോലെ 2 വോൾട്ട് ആണ് ഇതിനാണെങ്കിൽ, കാർബൺ ഗ്രാഫൈറ്റിനാണെങ്കിൽ. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇവിടെ പറഞ്ഞത് മാത്രം. ഇനി നമുക്ക് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം, ലോസസിലേക്ക് വരാം. സോ ലോസസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതിട്ട് പോവാം. സോ ടോട്ടൽ ലോസസിനെ എന്തൊക്കെയായിട്ടാണ് ഒരു ഡി സി ജനറേറ്ററിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? സോ ടോട്ടൽ ലോസസ് എന്ന് തുടങ്ങാം. എന്തൊക്കെയാ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ? എനിവൺ? ഞാൻ പറയുന്നതിലേക്കും നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് ഓർത്ത് വീണ്ടും കുറച്ചും കൂടി ഓർക്കും, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്തായാലും ഏതൊരു ഇലക്ട്രിക്കൽ ഇതിൽ ഉണ്ടാവുന്ന ബേസിക് ലോസ് ഏതാ? കോപ്പർ. കറണ്ട് കടന്നു പോയി കഴിഞ്ഞാൽ എന്തായാലും ഓക്കെ കോർ വരാം. അതിലും ബേസിക് ആയിട്ട് ഉണ്ടാവുന്നത് കോപ്പർ ലോസ് ആണ് കേട്ടോ. കറണ്ട് കടന്നു പോയി കഴിഞ്ഞാൽ ചൂടുണ്ടാവും, ഹീറ്റ് ഉണ്ടാവും. ഹീറ്റ് ഉണ്ടാവുന്നത് എങ്ങനെയാ? ഐ സ്ക്വയർ ലോസ് ആണ്. ഐ എന്ന് പറഞ്ഞാൽ എന്താ റെസിസ്റ്റൻസ് കാരണം ഉണ്ടാവുന്ന ലോസ് ആണ്. എല്ലാ സാധനത്തിനും റെസിസ്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒബ്വിയസ്ലി ദർ വിൽ ബി സം കോപ്പർ ലോസ്. പിന്നെ ഇപ്പൊ പറഞ്ഞത് കറക്റ്റ് ആണ്, കോർ ഉണ്ട്, അതുകൊണ്ട് തന്നെ എന്തുണ്ടായിരിക്കും? കോർ ലോസ് ഉണ്ടായിരിക്കും. അതിനെ വിളിക്കുന്ന വേറെ പേരുണ്ട്, അയൺ ലോസും മാഗ്നറ്റിക്, അതൊക്കെ നമുക്ക് പിന്നീട് വരാം. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് ഈ ഒരു കേസിൽ, എന്താ പറയാ, ജനറേറ്റർ ആയാലും മോട്ടോഴ്സിലായാലും. വെരി ഗുഡ്, മെക്കാനിക്കൽ ലോസും കൂടി വരും. ഇതൊക്കെ വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ കോപ്പർ ലോസ് ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് ഒന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ജനറലി ഏതൊക്കെ കോപ്പർ ലോസ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരിക? ഓക്കെ, എവിടെയൊക്കെ കറണ്ട് പോകും അവിടെയൊക്കെ ലോസ് ഉണ്ടാവും. അപ്പൊ അത് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ മാത്രം മതി. ഏതൊക്കെയാ? ഓമിക്. അതെ, ഓമിക് ലോസ് എന്ന് പറയുന്നത് ഇതിനെ വിളിക്കുന്ന പേരാണ്. കോപ്പർ ലോസിനെ ജനറലി നമ്മൾ വിളിക്കുന്ന പേരാണ് ഓമിക് ലോസ്. കാരണം ഓം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. റെസിസ്റ്റൻസ് കാരണം ഉണ്ടാവുന്ന ലോസ് ആണ്, റെസിസ്റ്റൻസ് കൂടെ കറണ്ട് പോകുന്നുണ്ടാവുന്ന ലോസ് ആണ്. ഇത് വരുന്നത് മെയിൻ ആയിട്ട് ആർമേച്ചർ കോപ്പർ ലോസ് വരാം, ഫീൽഡുകളിൽ വരാം. ദാറ്റ് ഈസ് ജനറലി സീരീസും ഷണ്ടും ആണുള്ളത്. സീരീസ് ആൻഡ് ഷണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ടെണ്ണമായിട്ട് എഴുതേണ്ട കാര്യമില്ല. കമ്പൈൻഡ് എന്താണ് നമ്മുടെ ഫീൽഡ് വൈൻഡിങ്ങിലുള്ള ലോസ് ആണ്. ഇനി ഇതൊന്നും അല്ലാണ്ട് നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞ ആ സാധനം കൂടി എടുക്കും. ഏതാ? ബ്രഷ് കോണ്ടാക്ട് റെസിസ്റ്റൻസ് കാരണമുള്ള ഡ്രോപ്പ്. ഇത് നോർമലി എടുക്കാറില്ല, നെഗ്ലക്ട് ചെയ്യാറാണ്. ആർമേച്ചറും ഫീൽഡും കാരണം, ഫീൽഡിൽ കൂടെയും കറണ്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ലോസസ് ആണ് വരുന്നത്. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണ് കോർ ലോസ് അല്ലെങ്കിൽ അയൺ ലോസ് ഓർ മാഗ്നറ്റിക് ലോസ്. ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? ഹിസ്റ്ററിസിസ് ലോസ് ആൻഡ് എഡി കറന്റ് ലോസ്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് മെക്കാനിക്കൽ ആണ്. മെക്കാനിക്കലിനും ഇതേപോലെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, രണ്ടെണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഏതാണ് പേര് ഓർമ്മ ഉണ്ടോ? മെക്കാനിക്കൽ ലോസ് ഇസ് ഡിവൈഡഡ് ഇൻ ടു ഏതാ? മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ എന്തായാലും വിൻഡേജ് കറക്റ്റ് ആണ്. ആദ്യം നമ്മൾ പറയേണ്ടത് ഓടി വരേണ്ടത് ഏതായിരുന്നു? ഫ്രിക്ഷൻ ആണ്. ഒരു സ്ഥലത്ത് ഒരു മൂവ്മെന്റ് വന്നാൽ അവിടെ എന്തായാലും എന്ത് വന്നു? ഫ്രിക്ഷൻ വന്നു. സോ ഫ്രിക്ഷൻ ഉണ്ട്, പിന്നെ എന്ത് കാരണമുള്ളതുണ്ട്? വിൻഡേജ്, എയർ ഫ്രിക്ഷൻ ആണ് അത് ഉദ്ദേശിക്കുന്നത്, വിൻഡേജ്. ഇത്രയാണ് ഇതിലത്തെ മെയിൻ ആയിട്ടുള്ള ലോസസ് വരുന്നത്. അപ്പൊ ജസ്റ്റ് ആദ്യം ഇത് പെട്ടെന്ന് പറഞ്ഞു പോകാവുന്നത് ഇവിടെ തന്നെ പറഞ്ഞു പോകാം, ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് താഴേക്ക് വരാം. അപ്പൊ ആർമേച്ചറിലത്തെ കോപ്പർ ലോസ് പ്രത്യേകിച്ച് ഒന്നും ഇല്ല. എന്താ? ആർമേച്ചറിൽ കൂടുതൽ റെസിസ്റ്റൻസ് കൂടെ പോകുമ്പോൾ ഉണ്ടാവുന്നതാണ്. അപ്പൊ അവിടെ കൂടുതൽ കറണ്ട് ഐ ആണ്, റെസിസ്റ്റൻസ് ആർ എ ആണ്. സോ IA² RA എന്ന് പറയുന്ന ലോസ് ആണ്. ഓക്കെ, അതേപോലെ സീരീസ് ഫീൽഡിലാണെങ്കിൽ നമുക്കത് എന്തെന്ന് പറയേണ്ടി വരും? ഐ സീരീസ് സ്ക്വയർ ആർ സീരീസ്, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഷണ്ട് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കേണ്ടി വരും? ISH² RSH. അപ്പൊ ഏതാണോ റെസിസ്റ്റൻസ് അതിൽ കൂടുതൽ കറണ്ടിന്റെ സ്ക്വയർ ഇൻഡോ റെസിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ കിട്ടാവുന്നതാണ്. ഇപ്പൊ ഈ മെയിൻലി ഈ ആർമേച്ചർ കോപ്പർ ലോസ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ പോർഷൻ ഓഫ് ലോസ് വരുന്നത്. ഒരു 30 to 40% ഒക്കെ ആരാണ് ഫുൾ ലോഡ് ലോസസിന്റെ മെയിൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഈ ആർമേച്ചർ ലോസ് ആണ്. അതേപോലെ നമ്മളുടെ താഴത്തെ ഈ ഫീൽഡിലത്തെ ലോസ് എന്ന് പറയുന്നത് ബേസിക്കലി ഇവരെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, കോൺസ്റ്റന്റ് ലോസസ് ആണ്.
ഇവര് അറൌണ്ട് ഒരു എന്താ പറയാ 20-30% ആണ് ഇവരുടെ കോൺട്രിബ്യൂഷൻ വരുന്നത് ഫുൾ ലോഡ് ലോസിലെ. ഓക്കെ, ബ്രഷിന്റെ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ഞാൻ അത് പ്രത്യേകിച്ച് ഒന്നും എഴുതുന്നില്ല. ഇനി അടുത്തതിലേക്ക് വരാം. ഏതാ കോർ ലോസ്. കോർ ലോസ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്, കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത് പെട്ടെന്ന് പറയാവുന്നതുകൊണ്ട് ഞാൻ അവിടെ എഴുതി പോയി. കോർ ലോസ് താഴെ വീണ്ടും എഴുതി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ, സോ കോർ ലോസിന് വിളിക്കുന്ന വേറെ പേരുകൾ എന്തൊക്കെയായിരുന്നു? കോർ ലോസ് ഓർ അയൺ ലോസ് എന്ന് വിളിക്കും. അതേപോലെ തന്നെ മാഗ്നറ്റിക് ലോസ് എന്നും വിളിക്കാം. ഓക്കെ, മാഗ്നറ്റിക് ലോസ്. ഇപ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ ജനറലി ഉപയോഗിക്കുന്നത് WFE എന്നുള്ള രീതിയിലാണ് പലപ്പോഴും റെപ്രസെന്റ് ചെയ്യാറുള്ളത്, അയൺ എന്നുള്ള ഒരു മീനിങ്ങിൽ. ഓക്കെ, സോ ഇപ്പൊ ഇത് എന്ത് കാരണമാണ് ഈ കോർ ലോസ് ഉണ്ടാവുന്നത്? ഡ്യൂ ടു റൊട്ടേഷൻ ഓഫ് കോർ. റൊട്ടേഷൻ ഓഫ് കോർ കാരണമാണ്. റൊട്ടേഷൻ കോർ നമ്മളുടെ അവിടെ കിടന്നിട്ട് എന്താ ആർമേച്ചർ കോർ അവിടെ കിടന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദ അയൺ കോർ. ഓക്കെ, ഓഫ് ദ ആർമേച്ചർ ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഈ ആർമേച്ചർ കിടന്ന് കറങ്ങുന്നതുകൊണ്ട് ഉണ്ടാവുന്ന ലോസുകളാണ് എന്ത് കോർ ലോസ് അല്ലെങ്കിൽ അയൺ ലോസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ലോസ് എന്ന് പറയുന്നത്. അതിന്റെ കോറിലായതുകൊണ്ട് അയണിലായതുകൊണ്ടാണ് എന്താ കോർ ലോസ് അല്ലെങ്കിൽ അയൺ ലോസ് എന്ന് വിളിക്കുന്നത്. മാഗ്നറ്റിക് ലോസ് എന്ന് വിളിക്കാൻ കാരണം ഇത് മാഗ്നറ്റിക് ഫ്ലക്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ഇതിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്താ എഫക്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിലത്തെ ഫസ്റ്റത്തെ ആളിലേക്ക് വരാം. ഫസ്റ്റത്തെ ആണ് ഹിസ്റ്ററിസിസ് ലോസ്. ഫസ്റ്റ് വൺ ഈസ് ഹിസ്റ്ററിസിസ് ലോസ്. ഓക്കെ, ഹിസ്റ്ററിസിസ് ലോസ് ആണ്. അതിനെ നോർമലി റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് WH എന്ന് യൂസ് ചെയ്യാറുണ്ട്. സഫിക്സ് ആയിട്ട് സ്മോൾ ആയാലും ക്യാപിറ്റൽ ആയാലും എന്തായാലും WH ആണ് ഉപയോഗിക്കുക. എന്താ ഹിസ്റ്ററിസിസ് ലോസ്? എന്ത് കാരണം ഉണ്ടാവുന്നത്? വളരെ ഡീപ്പ് ആൻഡ് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിഞ്ഞില്ലെങ്കിലും ബേസിക് ആയിട്ടുള്ള ആ ടേം അറിഞ്ഞിരിക്കണം. അവിടുത്തെ എന്ത് കാരണമാണ് ഹിസ്റ്ററിസിസ് ലോസ് ഉണ്ടാവുന്നത്? മാഗ്നറ്റിസം ആണ്. മാഗ്നറ്റിസത്തിന്റെ ഒരു ഇതായിട്ട് നമ്മൾ അവിടെ പറയാറുണ്ട്. നമ്മളുടെ ഈ സാധനം കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ആൾട്ടർനേറ്റ് ആയിട്ട് നോർത്തും സൗത്തും മാറി മാറി പോയിക്കൊണ്ടിരിക്കും. ഓരോ സൈക്കിളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിനനുസരിച്ച് ഇതിന്റെ മാഗ്നറ്റൈസേഷൻ പോയിക്കൊണ്ടിരിക്കുക. അതേ സമയത്ത് തന്നെ എന്തും നടക്കുന്നുണ്ട്, റിവേഴ്സൽ ഓഫ് മാഗ്നറ്റൈസേഷൻ നടക്കുന്നുണ്ട്. സോ ദിസ് ഈസ് ഡ്യൂ ടു റിവേഴ്സൽ ഓഫ് മാഗ്നറ്റൈസേഷൻ of the armature core. Armature core-ന്റെ മാഗ്നറ്റൈസേഷൻ റിവേഴ്സൽ കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? ഹിസ്റ്ററിസിസ് ലോസ് സംഭവിക്കുന്നത്. അതായത് പെട്ടെന്ന് ഇങ്ങനെ റിവേഴ്സ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ കുറച്ച് ലോസ് വരും. അതാണ് ഈ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ എന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അത് എത്ര ഫ്രീക്വൻസിയിലാണ് അത് റിവേഴ്സ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഫ്രീക്വൻസി ഓഫ് റിവേഴ്സൽ നമുക്കറിയാവുന്ന ഒരു റിലേഷൻ ആണ് വരുന്നത്. ഫ്രീക്വൻസി ഓഫ് റിവേഴ്സൽ ഈക്വൽ ടു എഫ് ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ F is equal to PN divided by 120 ആണ്. ഇത് നമുക്ക് അറിയുന്ന ഒരു റിലേഷൻ ആണ്. N is equal to 120 F/P. ഓക്കെ, ആൾട്ടർനേറ്റ് എന്താ പറയാ, നമ്മൾ സിൻക്രോണസ് സ്പീഡിന്റെ റിലേഷൻ എന്നാണ് ഇത് പറയുന്നത്. അപ്പൊ അത് തന്നെയാണല്ലോ ഇവിടുത്തെ കാര്യം. തൽക്കാലം F is equal to PN by 120 എന്നുള്ളത് ആലോചിച്ച് വെച്ചോളൂ. അതായത് എവറി പോർഷൻ ഓഫ് ദ റൊട്ടേറ്റിംഗ് കോർ പാസസ് അണ്ടർ ദ നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ആൾട്ടർനേറ്റ് ആയിട്ട് അവർ മാറി പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്? മാഗ്നറ്റിക് റിവേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഫ്രീക്വൻസി ജസ്റ്റ് അവിടെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന് ഒരു റിലേഷൻ, ഈ ഹിസ്റ്ററിസിസ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഈക്വേഷൻ ഉണ്ട്. WH is equal to eta times, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഇക്വേഷൻ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം. Vm raised to 1.6 F into V, അത്രയും വാട്ട്സ്. ഓക്കെ, ഈ ഇക്വേഷന്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൈൻമെറ്റ്സ് ഫോർമുല എന്ന് പറയാം. അപ്പൊ ആ പേരൊന്ന് ഓർത്ത് വെക്കേണ്ട. തൽക്കാലം നമുക്ക് ഈ ഇക്വേഷൻ എന്തായാലും ഒന്ന് ഓർത്ത് വെക്കണം. അതിലത്തെ ഓരോ ടേമുകൾ എന്താണെന്നുള്ളതും അറിഞ്ഞിരിക്കണം. സോ WH എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിസിസ് ലോസ് ആണ്. ഈറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അവസാനം പറയാം. BM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയേണ്ടതാണ് എന്താ, മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ആണ്, മാക്സിമം B ആണ്. അതേപോലെ F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ് ഫ്രീക്വൻസി ഓഫ് റിവേഴ്സൽ ആണ്, which is given by PN by 120. പിന്നെ വരുന്നത് V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി അല്ല. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ആണ്, വോളിയം ഓഫ് കോർ.
വോളിയം ഓഫ് കോർ ഇൻ മീറ്റർ ക്യൂബ് ആണ്. ദെൻ അഗെയിൻ മെയിൻ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ഈറ്റ ആണ്. ഈറ്റ എന്ന് പറയുന്നത് ഒരു കോയിഫിഷ്യന്റ് ആണ് ഇയാളുടെ, അതായത് സ്റ്റെനറ്റ്സ് കോൺസ്റ്റന്റ് എന്ന് പറയാം. അപ്പോൾ ഇത് ഡിഫറെന്റ് വാല്യൂസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് മെറ്റീരിയൽസിന്, ഡിഫറെന്റ് കോർ മെറ്റീരിയൽസിന്. ഇപ്പോൾ സേ ജസ്റ്റ് വാല്യൂസ് പറയാം. നമ്മൾ ഉപയോഗിക്കുന്നത് സിലിക്കൺ സ്റ്റീൽ ആണെങ്കിൽ സിലിക്കൺ സ്റ്റീലിന് വാല്യൂ സേ ഒരു 191 ജൂൾ പെർ മീറ്റർ ക്യൂബ് ആണ്. അതേപോലെ തന്നെ വേറെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ പറയാ, ഷീറ്റ് സ്റ്റീൽ, ഗുഡ് ഡൈനാമോ ഷീറ്റ് സ്റ്റീൽ ആണെങ്കിൽ അതിന്റെ ഒരു റേഞ്ച് വാല്യൂ വരുന്നത് 502 ആണ്. അത്രയും ജൂൾ പെർ മീറ്റർ ക്യൂബ് ആണ്. ഇനി അതിന്റെ റേഞ്ച് ആണ് പറയുന്നത്. കാസ്റ്റ് സ്റ്റീൽ ആവാം. കാസ്റ്റ് സ്റ്റീൽ ആണെങ്കിൽ ഒരു 750 to 3000 ആണ് വരുന്നത്, അത്രയും ജൂൾ പെർ മീറ്റർ ക്യൂബ്. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്റ്റ് അയണിന്റെ റേഞ്ച് വരുന്നത് 2700 to 4000 ജൂൾ പെർ മീറ്റർ ക്യൂബ്. ഇനി ഒരാളും കൂടി ഉള്ളത് ഹാർഡ് കാസ്റ്റ് സ്റ്റീൽ ആണ്. സോ ഹാർഡ് കാസ്റ്റ് സ്റ്റീലിന്റെ കേസിലാണെങ്കിൽ 7040 ജൂൾ പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, ഈ റേഞ്ചിലാണ് വരുന്നത്. അപ്പോ ഇവിടുത്തെ കാര്യം ഹിസ്റ്റെറിസിസ് ലോസ് നമുക്കറിയാം, ഈ ഇക്വേഷൻ പ്രകാരം ഈറ്റ ടൈംസ് ആണ് വരുന്നത്. അപ്പൊ ഹിസ്റ്റെറിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിംപ്ലി ഇവിടെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റ കുറഞ്ഞ മെറ്റീരിയൽ ചൂസ് ചെയ്യാന്നുള്ളതാണ്. ഈറ്റ കുറഞ്ഞ കുറച്ച് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളാണ് ഇവിടെ പറഞ്ഞത്. ഈറ്റ ഏറ്റവും കുറഞ്ഞ മെറ്റീരിയൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാവുന്ന കാര്യം ഏതാ, സിലിക്കൺ സ്റ്റീൽ ഉപയോഗിക്കാന്ന് പലപ്പോഴും പറയാറുണ്ട്. എന്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഹിസ്റ്റെറിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ റീസൺ ഇതാണ്, ഈറ്റ ആണ് അവിടെ നമ്മൾ കുറയ്ക്കുന്നത്. ദാറ്റ് ഈസ് വി ആർ ചൂസിങ് മെറ്റൽസ് ആണ്, metals for the armature core which have low eta value. Okay, so a special silicon steel like stalloy എന്നൊക്കെ പറയും അതിന്റെ കേസിനെ, alloys are used. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റ ലോ ഈറ്റ ആണ്. പിന്നെ ഒരു ആഡഡ് ആയിട്ടുള്ള ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഇലക്ട്രിക് റെസിസ്റ്റിവിറ്റി അതിന് കൂടുതലും ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് ഇതിൽ വരുന്നത്, നമ്മുടെ ഹിസ്റ്റെറിസിസ് ലോസിൽ വരുന്നത്. അതിന്റെ ഇക്വേഷൻ ഓർത്ത് വെച്ചുള്ള. അപ്പൊ ഇത് ചോദിക്കാം, ഹിസ്റ്റെറിസിസ് ലോസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റിയുടെ 1.6 ആണ്, പവർ 1.6 ആണ്. ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ഫ്രീക്വൻസി ഓഫ് റിവേഴ്സലിന്. അതേപോലെ വോളിയത്തിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പോട്ടെ, ക്ലിയർ അല്ലേ? വെയിറ്റ് ഉണ്ടെങ്കിൽ പറയാട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോ അടുത്ത ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. നമുക്ക് ഏതാ, ഇതിനെ നമ്മൾ വിളിച്ചത് എ എന്നാണ്, ഹിസ്റ്റെറിസിസ് ലോസ്. സോ നെക്സ്റ്റ് വൺ എഡി കറന്റ് ലോസ്. ഓക്കെ, എഡി കറന്റ് ലോസ് നോർമലി യൂസ് ചെയ്യാറ് WE എന്ന് ഇടാറുണ്ട്, എഡി കറന്റ് എന്നുള്ള ഒരു ബേസിൽ. അപ്പോ എഡി കറന്റ് ലോസ് എഗെയിൻ എന്ത് കാരണം, റൊട്ടേഷൻ കാരണം തന്നെയാണ്. റൊട്ടേഷൻ കാരണം എന്ത് സംഭവിക്കും, നമ്മളുടെ ആർമേച്ചർ എന്താ പറയാ, ആർമേച്ചർ അവിടെ റൊട്ടേറ്റ് ചെയ്യാണ്. അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട്സ് മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ അറിയാം, EMF ഇൻഡ്യൂസ് ചെയ്യും. അതെവിടെയാ, EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ ബോഡി, അതിന്റെ ബോഡിയിലാണ് എന്ത് ഇൻഡ്യൂസ് ചെയ്യുന്നത്, ആർമേച്ചറിന്റെ ബോഡിയിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഓക്കെ, ആ കോറിൽ ഇൻഡ്യൂസ് ചെയ്യും. അപ്പൊ അത് കാരണം തന്നെ ഇവിടെ ലാർജ് കറണ്ട് ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലോ റെസിസ്റ്റൻസ് ആണെന്ന് പറയാൻ കാരണം, പക്ഷേ നമ്മളിത് ഒറ്റ കട്ടായിട്ട് കണക്കാക്കുകയാണെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ആർമേച്ചർ എന്താ പറയാ, ഈ കോർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ പീസ് ആണെങ്കിൽ ഏരിയ കൂടും. സോ ഏരിയ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം എന്താ,
റെസിസ്റ്റൻസ് കുറയാന്നാണ്. അത് കാരണം എന്താ, കറണ്ട് അവിടെ കൂടും. ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ സർക്കുലർ ഡീസിന്റെ ഫോമിലാണ്. ഇതിന് വിളിക്കുന്ന പേരാണ് എഡി കറണ്ട് എന്ന്. ഈ കറണ്ട് എത്ര കൂടുന്നോ അത് കാരണം ഉണ്ടാവുന്ന ലോസും എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇത് കാരണം ഉണ്ടാവുന്ന WEയും കൂടുതലായിരിക്കും സിംഗിൾ പീസ് ആണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് സോളിഡ് കോർ ആണെങ്കിലത്തെ പ്രശ്നമാണ് പറഞ്ഞത്. സോളിഡ് സിംഗിൾ പീസ് ആണെങ്കിൽ ഓർ സോളിഡ് കോർ ആണെങ്കിൽ നമുക്ക് എന്താ, മോർ ലോസ് വരും. മോർ എഡി കറണ്ട് ലോസ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ പീസ് ആയതുകൊണ്ട് തന്നെ ഏരിയ കൂടുതലാണ്, റെസിസ്റ്റൻസ് കുറവാണ്, കറണ്ട് കൂടും. അതുകൊണ്ട് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെയ്യുന്ന കാര്യമാണ്, എന്താ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് അറിയുന്നതാണ്, എഡി കറണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ള ഞാൻ പറഞ്ഞത്. എന്താ ചെയ്യുന്ന എഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ? ലാമിനേഷൻസ് ആണ്. അതിന്റെ ഒപ്പം ഒരു വാക്കും കൂടി ആലോചിച്ച് വെക്കണം, തിൻ ലാമിനേഷൻസ് ആണ്. ഓക്കെ, തിൻ എന്നുള്ളതിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഞാനിപ്പോ പറഞ്ഞത് തന്നെ നമുക്ക് അത് കുറയ്ക്കാൻ പറ്റും. സോ തിൻ ലാമിനേഷൻസ് ആണ്. ഈ തിൻ ലാമിനേഷൻസിന് എന്താ ചെയ്തു വെച്ചിട്ടുണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ സ്റ്റാക്ക് ചെയ്ത് വെച്ച് അടുക്കി വെച്ചേക്കാണ്. സ്റ്റാക്ഡ് ആണ്. പിന്നെ എന്താ, റിവറ്റ് ചെയ്ത് വെച്ചേക്കാണ്, അടിച്ച് കയറ്റി വെച്ചേക്കാണ്. റിവറ്റഡ്, സ്റ്റാക്ഡ് ആൻഡ് റിവറ്റഡ് അറ്റ് സേ റൈറ്റ് ആംഗിൾസ്. അറ്റ് ഇതും കൂടി അതിന്റെ ഒപ്പം വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് വെക്കാവുന്നതാണ്. റൈറ്റ് ആംഗിൾസ്. എന്തിനാണ് റൈറ്റ് ആംഗിൾസ് ആയിട്ട്? ടു ദ പാത്ത് ഓഫ് എഡി കറന്റ്. എഡി കറന്റിന്റെ പാത്തിന് 90 ഡിഗ്രിയിൽ വെച്ചേക്കാണ്. അപ്പൊ എന്ത് സംഭവിക്കും വെച്ച് കഴിഞ്ഞാൽ ഏരിയ കുറയും, ഓട്ടോമാറ്റിക്കലി റെസിസ്റ്റൻസ് കൂടും, അത് കാരണം കറണ്ടും കൂടും. കറണ്ട് കൂടുമ്പോൾ എന്താ, കറണ്ട് കുറയും. കറണ്ട് കുറയുമ്പോൾ എന്താ, ലോസും കുറയും. ഓക്കെ, സോ ഇതിലത്തെ ഈ തിൻ ലാമിനേഷൻസ് ആണെന്ന് പറഞ്ഞു. ഈ ലാമിനേഷൻസ് ഇൻസുലേറ്റഡ് ആണ്. അതിന് വേണ്ടിയിട്ട് തിൻ കോട്ട് ഓഫ് വാർണിഷ് ആണ് നോർമലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, തിൻ കോട്ട് ഓഫ് വാർണിഷ് യൂസ് ചെയ്തിട്ട് ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എഡി കറന്റിനും ഒരു റിലേഷൻ നമുക്ക് ഇവിടെ പറയാവുന്നതാണ്. അപ്പോൾ എഡി കറന്റിന്റെ ഇക്വേഷൻ വരുന്നത് WE ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻറ്റു, ശ്രദ്ധിക്കുക, BM റേസ് ടു 2, BM സ്ക്വയർ ആണ്, F സ്ക്വയർ ആണ് അഗെയിൻ, പിന്നെ T എന്ന് പറഞ്ഞിട്ടൊരു സാധനം പറയുന്നുണ്ട്, T സ്ക്വയർ, V സ്ക്വയർ ആണ്. അപ്പൊ അതിൽ നിന്നെല്ലാം മാറിയിട്ടുണ്ട്. നേരത്തെ ആയിരുന്നപ്പോൾ BM റേസ് ടു 1.6 ആയിരുന്നു. BM റേസ് ടു 1.6 ആയിരുന്നു ഹിസ്റ്ററിസിസിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും തെറ്റും. ഇതിൽ BM സ്ക്വയർ ആണ്. പിന്നെ അവിടെ വെറും F ആയിരുന്നു, ഇവിടെ F സ്ക്വയർ ആണ്. പിന്നെ ഇവിടെ തിക്നെസ് വന്നിട്ടുണ്ട്, ലാമിനേഷൻസ് ആണ്. അപ്പൊ ലാമിനേഷൻസിന്റെ തിക്നെസ് ആണ് T എന്ന് പറഞ്ഞു വന്നിട്ടുള്ളത്. V എന്ന് പറഞ്ഞ വോളിയാണ്. അവിടെ വെറും V ആയിരുന്നു, ഇവിടെ V സ്ക്വയർ ആണ്. അത്രയും വാട്ട്സ് ആണ് വരുന്നത്. ഓക്കെ, ഇത്രയും വാട്ട്സ് ആണ് വരുന്നത്. അതിലെ T എന്താന്നുള്ളത് ഞാൻ ജസ്റ്റ് അവിടെ എഴുതാം. T ഈസ് ദ തിക്നെസ് ഓഫ് ഈച്ച് ലാമിനേഷൻ. ഓക്കെ, തിക്നെസ് ഓഫ് ഈച്ച് ലാമിനേഷൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടിയുടെ വാല്യൂ എന്താക്കുക, ടി എന്ന് പറയുന്നത് എത്ര ചെറുതാക്കുന്നോ അതിനനുസരിച്ച് എന്താ, നമുക്ക് എഡി കറണ്ട് ലോസും എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ, ക്ലിയർ അല്ലേ? അല്ലേ? യെസ്. അപ്പോ ഇവിടെ വേറൊരു കാര്യം വേണമെങ്കിൽ ഇതിന്റെ ഒപ്പം നോട്ട് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ കേസിലെ നമ്മളുടെ പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത് ഫ്രീക്വൻസിനായിട്ടായിരുന്നു, എഫിനായിട്ടായിരുന്നു. രണ്ടാമത്തെ കേസിൽ അത് F സ്ക്വയർ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സെപ്പറേഷൻ നമുക്ക് ലബോറട്ടറിയിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ലബോറട്ടറിയിൽ നമുക്ക് ഇതിന്റെ സെപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെന്റ് കണ്ടക്ടിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഒന്ന് എഫിനായിട്ടും മറ്റേത് F സ്ക്വയറിനായിട്ടാണ് റിലേഷൻ വരുന്നത്. അതുകൊണ്ട് ഓക്കെ, അത് അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ലോസും കൂടി ഉണ്ടായിരുന്നു. എന്തായിരുന്നു? മെക്കാനിക്കൽ ലോസ്. ഓക്കെ, സോ തേർഡ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ ലോസസ്. സോ മെക്കാനിക്കൽ ലോസസിൽ എന്തായിരുന്നു എന്നൊക്കെ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാ? ഫ്രിക്ഷൻ. അതിൽ ഫസ്റ്റ് വരുന്നത് ഫ്രിക്ഷൻ ആണ്. എവിടെയാണ് ഈ ഫ്രിക്ഷൻ വരിക? ഫ്രിക്ഷൻ ലോസ് എന്ന് പറയാം. ഫ്രിക്ഷൻ ലോസ് അറ്റ് എവിടെയാ? അതിന് ബെയറിങ്ങുകൾ ഉണ്ട്. ഓക്കെ, സോ അതേപോലെ തന്നെ ബെയറിങ്സ് ആൻഡ് കമ്മ്യൂട്ടേറ്റർ. ഇവിടേക്കാണ് മെയിൻ ആയിട്ട് എന്ത് വരുന്നത്, ഫ്രിക്ഷൻ ലോസ് വരുന്നത്. അറ്റ് ബെയറിങ്സ് ആൻഡ് കമ്മ്യൂട്ടേറ്റർ. സെക്കൻഡ് വൺ എയർ ഫ്രിക്ഷൻ ആണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വിൻഡേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡിന്റെ ഓപ്പോസിറ്റ് ആണ്, ഓർ എന്താ, എയർ ഫ്രിക്ഷൻ. ഈ എയർ ഫ്രിക്ഷൻ ലോസ് എന്തിനാണ്? റൊട്ടേറ്റിംഗ് ആർമേച്ചറിനാണ്. ഓക്കെ, ഇതാണ് വരുന്നത്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ ഉപയോഗിക്കുന്ന ഒന്ന് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേമുകൾ ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് സ്ട്രേ ലോസസ്. കൺഫ്യൂഷൻ പലപ്പോഴും വരാറുണ്ട്.
എന്താണ് ഈ സ്ട്രേ ലോസസ്? എന്തിനൊക്കെ കളക്റ്റീവ് ആയിട്ടാണ് സ്ട്രേ ലോസ് എന്ന് വിളിക്കുന്നത്? എനിവൺ? സ്ട്രേ ലോസ് അല്ലെങ്കിൽ അതിനെ തന്നെ പറയുന്ന വേറൊരു പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേഷണൽ ലോസസ് ആണ്. റൊട്ടേഷണൽ ലോസസ്. അപ്പൊ അത് ഏതായിരിക്കും? വെറുതെ ഗസ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. സ്ട്രേ ലോസസ് അല്ലെങ്കിൽ റൊട്ടേഷണൽ ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ. ഓക്കെ, കുറച്ചും കൂടി മേലേക്കാൻ പോകണം. അതായത് ഒരു ജനറലൈസ്ഡ് ആണ്. അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ ലോസ് വരാൻ കാരണം റൊട്ടേഷൻ കാരണമായിരുന്നു. അതേപോലെ തന്നെയാണ് ഇത് എന്താ മെക്കാനിക്കൽ ലോസ്. ഇത് ഞാനിവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിന് വേണമെങ്കിൽ നമുക്ക് WME എന്ന് വേണമെങ്കിൽ വിളിക്കാം. സോ അയൺ ലോസ് പ്ലസ് മെക്കാനിക്കൽ ലോസിനെ, മാഗ്നറ്റിക് ലോസ് പ്ലസ് മെക്കാനിക്കൽ ലോസിനെയാണ് ജനറലി നമ്മൾ എന്തെന്ന് പറയുന്നത് സ്ട്രേ ലോസസ് എന്ന് പറയുന്നത്. അതൊരു കൺഫ്യൂഷൻ വരാവുന്നത് എന്തിനായിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഒപ്പം തന്നെ വേറൊരു സാധനം കൂടിയും പറയാറുണ്ട്, കോൺസ്റ്റന്റ് ഓർ സ്റ്റാൻഡിങ് ലോസസ് പറയാറുണ്ട്. കോൺസ്റ്റന്റ് ലോസ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ലോസ് ഫിക്സഡ് ആയിട്ടുള്ളതാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതേതാണ്? ഇവര് തമ്മിലാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാറ്. അതിനെ നോർമലി റെപ്രസെന്റ് ചെയ്യുക WC എന്ന് പറഞ്ഞിടാറുണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് അതിൽ വരുന്നത് സ്ട്രേ ലോസ് ഇതിന്റെ ഉള്ളിലാണ് വരുന്നത്. ഓക്കെ, സ്ട്രേ ലോസസ് എന്ന് പറയുന്നത് വരും പ്ലസ് ഒരു സാധനം കൂടിയും വരും. ഏതാ? ഫീൽഡ് കോപ്പർ ലോസ് വരും. ഏതിന്റെ കേസിലാണെങ്കിൽ ഒരെണ്ണത്തിന്റെ ഒരു ടൈപ്പിന്റെ കേസിൽ സ്ട്രേ ലോസ് മാത്രമേ വരുള്ളൂ. ഒരെണ്ണത്തിന്റെ കേസിൽ ഫീൽഡ് ലോസും കൂടി വരും. അത് ഏതാന്ന് പറയാൻ പറ്റുമോ? കോൺസ്റ്റന്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു സ്ട്രേ ലോസസ് പ്ലസ് ഫീൽഡ് കോപ്പർ ലോസ് ആണ് ഇൻ ദ കേസ് ഓഫ് ഷണ്ട് ആൻഡ് കോമ്പൗണ്ട്. ഷണ്ടിന്റെയും കോമ്പൗണ്ടിന്റെയും കേസിൽ എന്തും കോൺസ്റ്റന്റ് ആണ്. ഫീൽഡ് കോപ്പർ ലോസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിന്റെ കേസിലാകുമ്പോൾ എന്ത് പറയാം നമുക്ക്? ഏതാ? സ്ട്രേ ലോസസ് പ്ലസ് ഫീൽഡ് കോപ്പർ ലോസ് ആണ് കോൺസ്റ്റന്റ് ലോസ്. മറ്റേന്റെ കേസിലാണെങ്കിൽ ജസ്റ്റ് സ്ട്രേ ലോസ് മാത്രം ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫൈൻ. സോ ജസ്റ്റ് ഇനി ഇതിന്റെ പവർ സ്റ്റേജസ് ജസ്റ്റ് ഒന്ന് ചുമ്മാ പറയുന്നത് മാത്രമേ ഉള്ളൂ. അറിയുന്ന കാര്യമായിരിക്കാം, എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകുന്നു. പല എഫിഷ്യൻസികൾ അതിന്റെ ബേസിൽ പറയാറുണ്ട് എന്നുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് പറയുന്നേ. ഒന്ന് വരച്ചിട്ട് പറയാം. ഇതിലത്തെ പവർ ട്രാൻസ്ഫർ ആണ് ഉദ്ദേശിക്കുന്നത്. എവിടെ നിന്ന് എവിടേക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്, അതിന്റെ ഇടയിൽ ഏതൊക്കെ ലോസസ് ആണ് വരുന്നത്, ഫൈനലി എന്ത് കിട്ടും. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് എഫിഷ്യൻസികൾ പറയാറുണ്ട്. ജനറലി നമ്മൾ ഒരു എഫിഷ്യൻസി പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ വേണമെങ്കിൽ ഇലക്ട്രിക്കൽ എഫിഷ്യൻസി, മെക്കാനിക്കൽ എഫിഷ്യൻസി എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ തരം തിരിക്കാം. അതേപോലെ ഓവറോൾ എഫിഷ്യൻസി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത് പറയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. നമുക്ക് ഇനീഷ്യൽ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനറേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ ഇൻപുട്ട് എന്താ? മെക്കാനിക്കൽ പവർ ഇൻപുട്ട് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. മെക്കാനിക്കൽ പവർ ഇൻപുട്ട് ആണ്. ഈ മെക്കാനിക്കൽ പവർ ഇൻപുട്ട് എന്ന് പറയുന്നത് എവിടുന്നാ വരുന്നത്? എന്തിനാ കിട്ടുന്നത്? ഔട്ട്പുട്ട് ഓഫ് ഡ്രൈവിംഗ് എഞ്ചിൻ അല്ലെങ്കിൽ പ്രൈം മൂവർ എന്താണോ അതിൽ ഡ്രൈവിംഗ് എഞ്ചിൻ എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ മെക്കാനിക്കൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഈ മെക്കാനിക്കൽ ഔട്ട്പുട്ട് ആണ് എന്തായിട്ട് മാറുന്നത്? ഇലക്ട്രിക്കൽ പവർ ഡെവലപ്ഡ് ആയിട്ട് മാറുന്നത്. പവർ ഡെവലപ്പ് എവിടെയാ? ഇൻ ദ ആർമേച്ചർ. ആ പവർ ഡെവലപ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? EG ഇൻറ്റു IA ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ മെക്കാനിക്കൽ ടു ഇലക്ട്രിക്കിലേക്ക് പോകുന്ന ഈ ഒരു പ്രോസസ്സിൽ കുറച്ച് ലോസസ് അവിടെ സംഭവിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അയൺ ലോസസും അതേപോലെ തന്നെ ഏതാ ഫ്രിക്ഷൻ ലോസസും മെക്കാനിക്കൽ ലോസസും വേണമെങ്കിൽ പറയാം. ഫ്രിക്ഷൻ ലോസസ് ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ഇവിടേക്ക് എത്തി. ഇനി ഇത് കഴിഞ്ഞു. ഇതിപ്പോ എവിടേക്ക് എത്തി? ഇലക്ട്രിക്കലിലേക്ക് എത്തി. EG എത്തി. EG-യിൽ നിന്ന് ഇനി നമ്മൾ പോകുന്നത് വിയിലേക്കാണ്. അതായത് V ഇൻറ്റു I എന്നുള്ള രീതിയിലേക്ക് ഫൈനൽ ഇലക്ട്രിക്കൽ പവർ ഔട്ട്പുട്ടിലേക്ക് പോകണം. അപ്പൊ അതിന്റെ ഇടയിൽ ഉണ്ടാവാൻ പോകുന്ന ലോസ് എന്തായാലും എന്ത് തന്നെയായിരിക്കും? നമ്മളുടെ കോപ്പർ ലോസ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഇതൊരു ജനറൽ രീതിയിൽ നമുക്ക് പവർ ഫ്ലോ എന്നുള്ള രീതിയിൽ പറയാം. ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്നതാണ്.
സോ മെക്കാനിക്കൽ ഇൻപുട്ട് ഫ്രിക്ഷനും അയൺ ലോസും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ പവർ ഇൻ ദ ആർമേച്ചർ ആവും. അതിൽ നിന്ന് കോപ്പർ ലോസും കൂടി കഴിയുമ്പോഴേക്കും നമ്മുടെ ഫൈനൽ പവർ ആയിട്ട് വരും. ഇത് ഇതിനെ ഓരോ സ്റ്റേജസ് ആയിട്ട് വിളിക്കുകയാണെങ്കിൽ ഇത് A, B, C എന്നുള്ള രീതിയിൽ വിളിക്കുകയാണെങ്കിൽ ബേസിക്കലി ഇതിൽ നമുക്ക് നടക്കുന്നത് ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തുകയാണ് വേണ്ടത്. മെക്കാനിക്കൽ ഇൻപുട്ടിനെ ഇലക്ട്രിക്കൽ പവർ ഔട്ട്പുട്ട് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ്. പവർ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ടെർമിനൽസിന് അക്രോസ് ഉള്ളതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് ജനറേറ്ററിന്റെ അക്രോസ് അല്ല. അത് വെച്ചിട്ട് 3 എഫിഷ്യൻസികളൊക്കെ പറയാറുണ്ട്. ഫസ്റ്റ് തിങ് ഈസ് ദ മെക്കാനിക്കൽ എഫിഷ്യൻസി. അതിന് തൽക്കാലം ഞാൻ ഈറ്റ എം എന്ന് വിളിക്കുന്നു. ഈറ്റ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ കൺവേർഷന്റെ ആണ്. സോ മെക്കാനിക്കൽ കൺവേർഷൻ നടക്കുന്ന ഇവിടെ ഫസ്റ്റ് ടു സെക്കൻഡ് സ്റ്റേജ് ആണ്. ദാറ്റ് ഈസ് A to B ആണ്. സോ ദാറ്റ് ഈസ് ബേസിക്കലി B ഡിവൈഡഡ് ബൈ A ആണ് വരുന്നത്. അതായത് നമ്മുടെ ടോട്ടൽ വാട്ട്സ് ജനറേറ്റഡ് ഡിവൈഡഡ് ദ മെക്കാനിക്കൽ പവർ അപ്ലൈഡ്, ദാറ്റ് ഈസ് EG ഇൻറ്റു IA ഡിവൈഡഡ് ബൈ എന്ത് വരും, ഔട്ട്പുട്ട് ഓഫ് ഡ്രൈവിംഗ് എഞ്ചിൻ. ഓക്കെ, അപ്പൊ അത് പറയാം. അതേപോലെ സെക്കൻഡ് വൺ വരുന്നത് ഇലക്ട്രിക്കൽ എഫിഷ്യൻസി ആണ്. അതിന് വേണമെങ്കിൽ ഈറ്റ ഇ എന്ന് വിളിക്കാം. ഇലക്ട്രിക്കൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് ഈ സെക്കൻഡ് സ്റ്റേജിലാണ്. ദാറ്റ് ഈസ് C ഡിവൈഡഡ് ബൈ T ആണ് വരുന്നത്. അതായത് ഫൈനൽ വാട്ട്സ് അവൈലബിൾ ആയിട്ടും പുറത്ത് കിട്ടുന്ന വോൾട്ട് ഡിവൈഡഡ് ബൈ എന്താ ടോട്ടൽ വാട്ട്സ് ഓഫ് ദ ജനറേറ്റർ, ജനറേറ്റ് ചെയ്തത് എത്രയാന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ ഫൈനൽ എന്ന് പറയുന്നത് V ഇൻറ്റു I ആണ്. ജനറേറ്റ് ചെയ്തത് എത്രയായിരുന്നു, EG ഇൻറ്റു IA എന്നുള്ള രീതിക്ക് നമുക്ക് അതിനെ ഇലക്ട്രിക്കൽ എഫിഷ്യൻസി എന്നുള്ള രീതിയിൽ പറയാം. പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഓവറോൾ ആണ്. ഫൈനൽ ആയിട്ട് പറയുന്നത് ഓവറോൾ ഓർ കൊമേഴ്ഷ്യൽ എഫിഷ്യൻസി എന്ന് പറയും. ഒന്നും പറഞ്ഞിട്ടില്ല, ചുമ്മാ സ്പെസിഫൈ ചെയ്തിട്ടുള്ള എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അതിനാണ് കൊമേഴ്ഷ്യൽ എഫിഷ്യൻസി അല്ലെങ്കിൽ ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഈറ്റ C എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു C ഡിവൈഡഡ് ബൈ ഫൈനൽ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, ദാറ്റ് ഈസ് എന്താ നമ്മുടെ V ഇൻറ്റു I ഡിവൈഡഡ് ബൈ മെക്കാനിക്കൽ പവർ സപ്ലൈഡ്, മെക്കാനിക്കൽ ഈ ഇൻപുട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അതേപോലെ ഈ ഈറ്റ C എന്ന് പറഞ്ഞ എന്തിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും, ഈറ്റ M ഇൻറ്റു ഈറ്റ E ആയിരിക്കും. ഓക്കെ, അത് ബേസിക് ആയിട്ടുള്ള കാര്യം. പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ ഞാൻ പവർ എഫിഷ്യൻസി ഒക്കെ പറഞ്ഞത് ഇനി പ്രത്യേകിച്ചും പറയേണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം കൂടി നമുക്ക് ഇവിടെ പറയാവുന്നതാണ്. എന്താ പറയാ, കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി പലപ്പോഴും ചോദിക്കാറുണ്ട്. കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി. എനിവൺ, എന്താ കണ്ടീഷൻ? നമുക്കറിയാം എഫിഷ്യൻസി ഈക്വൽ ടു എന്താ, ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് പ്ലസ് ലോസസ് ആണ്. ഓക്കെ, ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് പ്ലസ് ലോസസ് ആണ്. അഗൈൻ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, VI ആണ്. സോ ഡിവൈഡ് ബൈ VI പ്ലസ് ലോസസ് എന്ന് പറഞ്ഞാൽ രണ്ട് ലോസ് ഉണ്ട്, കോൺസ്റ്റന്റ് ലോസ് ഉണ്ട്, IA സ്ക്വയർ, RA ലോസും ഉണ്ട്, പ്ലസ് കോൺസ്റ്റന്റ് ലോസിനെ നമുക്ക് WC എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ഒരു അസംഷൻ എടുത്തിട്ടുണ്ട്. അസംഷൻ എന്ന് പറഞ്ഞാൽ I ഈക്വൽ ടു IA എന്നുള്ള രീതിക്കൊക്കെ എടുത്തിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. അപ്പൊ നമുക്ക് എഫിഷ്യൻസിയുടെ മാക്സിമം കണ്ടീഷൻ കിട്ടണമെങ്കിൽ ഇതിലത്തെ എന്താ വേരിയബിളിനായിട്ട് ഡിഫറൻഷിയേറ്റ് ഇവിടെ IA എന്നൊന്നും എഴുതേണ്ട കാര്യമില്ല, നമുക്ക് I എന്ന് എഴുതിയാൽ മതി, ഒരൊറ്റ കറണ്ട് മതി. ഓക്കെ, VI പ്ലസ് I സ്ക്വയർഡ് RA പ്ലസ് WC എന്ന് വരും. ഇപ്പോ ഫോർ മാക്സിമം എഫിഷ്യൻസി എന്താ, എങ്ങനെ കിട്ടുക? ഫോർ മാക്സിമം എഫിഷ്യൻസി ഡെറിവേറ്റീവ് ഷുഡ് ബി 0 അല്ലെ. ഫോർ മാക്സിമയുടെ കണ്ടീഷൻ ആണ് ഡിഫറൻഷ്യൽ കാൽക്കുലസ് പഠിച്ചിട്ടുള്ളത്. സോ ദിസ് തിങ് ഷുഡ് ബി 0. അപ്പൊ ഇത് നമ്മളൊന്ന് ഇവിടെ ഡെറിവേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് സിമ്പിൾ ആയിട്ട് ഒരു റിലേഷൻ കിട്ടും. ആ കിട്ടുന്ന റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താ കിട്ടുന്ന റിലേഷൻ, I സ്ക്വയർഡ് RA ഈക്വൽ ടു WC എന്നാണ് കിട്ടുക. ഇത് കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. I സ്ക്വയർഡ് RA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താണ്, വാരിയബിൾ ലോസ് ആണ്. വാരിയബിൾ ലോസസ് ഈക്വൽ ടു എന്താ, കോൺസ്റ്റന്റ് ലോസസ് ഓർ ഫിക്സഡ് ലോസസ്. ഇതാണ് നമ്മുടെ മാക്സിമം എഫിഷ്യൻസിയുടെ കണ്ടീഷൻ. അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ആ മാക്സിമം എഫിഷ്യൻസിയുടെ കറണ്ട് കണ്ടുപിടിക്കാവുന്നത് I ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എന്ത് വരും, കോൺസ്റ്റന്റ് ലോസ് ഡിവൈഡ് ബൈ RA എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി എടുക്കേണ്ടത് എനിക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, എന്താ വെച്ചാൽ നമുക്ക് എല്ലാത്തിന്റെയും ഒരുമിച്ച് ഒറ്റയടിക്ക് പറയാണ് വേണ്ടത്. ക്യാരക്ടറിസ്റ്റിക്സിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് പറയണം. OCCയും ഇന്റർണൽ ക്യാരയും എക്സ്റ്റേണൽ ക്യാരയും ഒക്കെ പറയണം.
അപ്പൊ അവിടെ നമുക്ക് എല്ലാ കേസിലും പറയേണ്ടി വരും, സെപ്പറേറ്റ്ലി എക്സൈറ്ററിന്റെ കേസിലും ഷണ്ടിന്റെ കേസിലും സീരീസിന്റെ കേസിലും കോമ്പൗണ്ടിന്റെ കേസിലും ഒക്കെ പറയേണ്ടി വരും. അവിടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് കാര്യങ്ങൾ വരുന്നുണ്ട്. ക്രിട്ടിക്കൽ റെസിസ്റ്റൻസും ക്രിട്ടിക്കൽ സ്പീഡും പിന്നെ വോൾട്ടേജ് ബിൽഡപ്പ് അതിന്റെ കണ്ടീഷൻസ് അങ്ങനെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തീരില്ല എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോ അത് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അടുത്ത ക്ലാസ്സിൽ അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് നോക്കി വരണമെങ്കിൽ നോക്കി വന്നാൽ നമുക്ക് പെട്ടെന്ന് തീർക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഞാനൊന്ന് വേഗം ഓടിച്ച് പറയാം. അപ്പൊ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് DC ജനറേറ്റർ ആണ് പറഞ്ഞത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എക്സൈറ്റേഷൻ പ്രൊവൈഡഡ് ആണ് ഫീൽഡ് പോൾസിലേക്ക്. ആ ബേസിൽ നമുക്ക് സെൽഫ് സെപ്പറേറ്റ്ലി പെർമനന്റും കൂടി പറയാം, പ്രൊവൈഡഡ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിന്റെ കേസ് മാത്രമല്ല പറയുന്നത്. ഇലക്ട്രോ ആണെങ്കിൽ പറയുന്നത് എന്ത് മാത്രം മതി, സെൽഫ് ആൻഡ് സെപ്പറേറ്റ്ലി. സെൽഫിൽ വരുന്നതാണ് ഷണ്ടും സീരീസും കോമ്പൗണ്ടും. സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈറ്റേഷൻ ഈസ് ഫ്രം വിത്തിൻ സെൽഫ് ആണ്, സ്വന്തമായിട്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അത് അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു. ക്യാര പറയുന്ന നേരത്തെ വോൾട്ടേജ് ബിൽഡപ്പ് പറയുമ്പോൾ പറയുന്നതാണ്. സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ DC സോഴ്സ് കൊടുത്തിട്ടാണ് എക്സൈറ്റേഷൻ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കോസ്റ്റ് കൂടുതലായിരിക്കും, എക്സ്പെൻസീവ് ആയിരിക്കും ഈ സാധനം എന്ന് പറയുന്നത്. പിന്നെ കോമ്പൗണ്ടിന്റെ രണ്ട് ടൈപ്പ് വരുന്നത് ലോങ് ഷണ്ടും ഷോർട്ട് ഷണ്ടും ആണ്. എഗൈൻ ശ്രദ്ധിക്കുക, ഷണ്ട് ആണ് അവിടുത്തെ ഡൊമിനന്റ് പാർട്ട്ണർ. സീരീസ് എന്ന് പറഞ്ഞാൽ അതിനെ ഒരു സപ്പോർട്ടിംഗ് ആണ് വരുന്നത്. ഓക്കെ, അത് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ക്യുമുലേറ്റീവ്ലി കോമ്പൗണ്ടോടും ഡിഫറൻഷ്യലി കോമ്പൗണ്ടോടും, ബേസ്ഡ് ഓൺ ഹൗ ദ സീരീസ് ഫീൽഡ് ഈസ് സപ്പോർട്ട്സ് ദ ഷണ്ട്. അതിനെ എയ്ഡിങ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ എന്താ ക്യുമുലേറ്റീവ് എന്ന് പറയും, ഒപ്പോസിംഗ് ആണെങ്കിൽ ഡിഫറൻഷ്യൽ എന്ന് പറയും. ഓക്കെ, പിന്നെ ഇതിന്റെ നമ്മൾ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയത്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സെപ്പറേറ്റ്ലി ആയാലും ഷണ്ട് ആയാലും ഫീൽഡ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ലാർജ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് തിൻ വയർ. ഓക്കെ, എക്സ്പെൻസീവ് ആണ്, ടെസ്റ്റിംഗ് പർപ്പസിനാണ് ജനറലി ഉപയോഗിക്കുന്നത്. പിന്നെ വാർഡ്ലി ആൻഡ് പവർ ഇതായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ സെൽഫ് എക്സൈറ്റഡ് ആണ്, അതിലെ ഷണ്ട് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണെന്ന് പറയാം, ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ്. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ഫീൽഡ് വൈൻഡിങ് വരുന്നത്. ജനറലി ലൈറ്റിംഗ് പർപ്പസിന് ഉപയോഗിക്കാറുണ്ട്. ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് വോൾട്ടേജ് ഉണ്ട്, ബാറ്ററി ചാർജിംഗ് ഉപയോഗിക്കാം, പിന്നെ ആൾട്ടർനേറ്റീവ് എക്സൈറ്റേഷൻ ഉപയോഗിക്കാം, സ്മോൾ പവർ സപ്ലൈസിലൊക്കെ ഉപയോഗിക്കാം, സ്മോൾ പവർ സപ്ലൈസിൽ. പിന്നെ വരുന്നത് സീരീസ് ആണ്. സീരീസിൽ വരുമ്പോൾ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് സെയിം ആയിരിക്കും ആര് സീരീസ് വൈൻഡിങ് ക്യാരി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് കൂടുതൽ കറണ്ട് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ആണ്. സോ ദ വൈൻഡിങ് ഷുഡ് ബി ലൈക്ക് ദാറ്റ്, ലെസ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് തിക്ക് വയർ ആയിരിക്കണം, എന്നാലാണ് റെസിസ്റ്റൻസ് കുറഞ്ഞ് കറണ്ട് കൂടുതൽ ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ റൈസിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. റൈസിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് കൂടുന്നതനുസരിച്ച് വോൾട്ടേജ് കൂടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൂസ്റ്റർ ആയിട്ടാണ് ഉപയോഗിക്കുക. വോൾട്ടേജ് ഡ്രോപ്പ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൽവേ പവർ സിസ്റ്റത്തിലൊക്കെ ഉപയോഗിക്കാം. പിന്നെ സീരീസ് ആർക്ക് വെൽഡിങ്ങിന് ഉപയോഗിക്കും. ജനറലി നമുക്ക് പറയുകയാണെങ്കിൽ കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് അപ്ലിക്കേഷൻസിന് എന്ന് പറയാം. ഓക്കെ, പക്ഷെ ഇതൊരിക്കലും എന്തിനും ഉപയോഗിക്കാറില്ല, റെസ്ട്രിക്റ്റഡ് ഫോർ യൂസ് ഓഫ് പവർ സപ്ലൈ. റൈസിംഗ് ക്യാരക്ടറിസ്റ്റിക് ആയതുകൊണ്ട് പവർ സപ്ലൈ ഇതിന്റെ യൂസിങ് കുറവാണ്. ദെൻ വരുന്നതാണ് കോമ്പൗണ്ട് ജനറേറ്റർ. അതിൽ ലോങ് ഷോർട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോമ്പൗണ്ട് ആണ് ജനറലി അധികം യൂസ് ചെയ്യുന്നത്, കാരണം അവിടെ കോമ്പൻസേറ്റിംഗ് പ്രോപ്പർട്ടി വരുന്നുണ്ട്. കോമ്പൻസേറ്റിംഗ് എന്താണെന്നുള്ളത് ഞാൻ പറയാം അടുത്ത ക്ലാസ്സിൽ. 3 ടൈപ്പ് വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഷൺഫീൽഡ് ആണ് സ്ട്രോങ്ങർ എന്ന് പറഞ്ഞു. ക്യുമുലേറ്റീവ്ലി കോമ്പൗണ്ടും ഡിഫറൻഷ്യലി കോമ്പൗണ്ടിന്റെ അപ്ലിക്കേഷൻസും കാര്യങ്ങളും പറഞ്ഞു. ഡിഫറൻഷ്യലി ആർക്ക് വെൽഡിങ്ങിനാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. കാരണം ഇതാണ് ലാർജ് വോൾട്ടേജ് ഡ്രോപ്പ് വരണം വിത്ത് ഇൻക്രീസിംഗ് കറന്റ്. അത് അതിന്റെ ലാർജ് ഡിമാഗ്നറ്റൈസേഷൻ എഫക്ട് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ കാരണമാണ് പോസിബിൾ ആവുന്നത്. ദെൻ ലോസസ് ആണ് പറഞ്ഞത്. കോപ്പർ ലോസ് ഉണ്ട്, കോർ ലോസ് ഉണ്ട്, മെക്കാനിക്കൽ ലോസ് ഉണ്ട്. കോപ്പർ ലോസ് ഡിഫറെന്റ് ടൈപ്പ് ആർമേച്ചറും ഫീൽഡും ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ബ്രഷ് വേണമെങ്കിൽ നെഗ്ലക്ട് ചെയ്ത് കളയാം. കോർ ലോസിൽ ഹിസ്റ്ററിസിസും എഡി കറന്റ് വരുന്നത്, മെക്കാനിക്കലി ഫ്രിക്ഷനും വിൻഡേജും വരുന്നുണ്ട്. ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് റിവേഴ്സൽ കാരണമാണ് വരുന്നത്. അതിന്റെ ഈ റിലേഷൻ ഓർത്ത് വെച്ചുള്ള BM⁻1 ഈറ്റ ഇൻറ്റു BM⁻1.6 ഇൻറ്റു F ഇൻറ്റു V ആണ്. ഇത് കുറയ്ക്കാൻ ഈറ്റ കുറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ സിലിക്കൺ സ്റ്റീൽ എന്ന് പലപ്പോഴും പറയാറുള്ളത്. നെക്സ്റ്റ് വരുന്നത് എഡി കറന്റ് ലോസ് ആണ്. എല്ലാം സ്ക്വയർ ആണ് ഇവിടുത്തെ റിലേഷനിൽ. BM², F², T² V² ആണ്. തിക്നെസ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ തിൻ ലാമിനേഷൻസ് ആക്കുന്നത്. തിൻ ലാമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഏരിയ കുറച്ച് റെസിസ്റ്റൻസ് കൂട്ടി നമ്മൾ എന്താ കറണ്ടിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഉണ്ടാവുന്ന കറണ്ട് മൊത്തമായിട്ട് ഒഴിവാക്കാനും പറ്റില്ല, കുറയ്ക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് തിക്നെസ് ആണ് അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. പിന്നെ മെക്കാനിക്കൽ ലോസ് ആണ് നമ്മൾ പറഞ്ഞത്. പിന്നെ സ്ട്രേ ലോസസ് ഓർത്തോളാം, റൊട്ടേഷണൽ ലോസ് ആണ്. റൊട്ടേഷൻ കാരണം ഉണ്ടാവുന്നതാണ് മെക്കാനിക്കൽ ലോസും അയൺ ലോസും. കോൺസ്റ്റന്റ് ലോസ് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് ലോസ് വരുമ്പോൾ ഈ സാധനം മെക്കാനിക്കൽ ലോസ് കോൺസ്റ്റന്റ് സ്ട്രേ ലോസ് കോൺസ്റ്റന്റ് ആണ്. പ്ലസ് ഷണ്ടിന്റെ കേസിലും കോമ്പൗണ്ടിന്റെ കേസിലും ഫീൽഡ് കോപ്പർ ലോസും വരും. മറ്റേ കേസിലാണെങ്കിൽ ജസ്റ്റ് സ്ട്രേ ലോസ് മാത്രമാണ്. പിന്നെ പവർ സ്റ്റേജസ് ആണ് ജസ്റ്റ് പറഞ്ഞത്. കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഇതേ കാര്യം തന്നെയാണ് ട്രാൻസ്ഫോമറിലായാലും വരാൻ പോകുന്നത്. അവിടെയും എന്ത് എഴുതുക, എന്താ പറയാ, നമ്മുടെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എഴുതുക, അതിന്റെ ഡെറിവേറ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് ടു എന്താണോ വേരിയബിൾ അത് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും കിട്ടും കോൺസ്റ്റന്റ് ലോസ് ഈക്വൽ ടു വേരിയബിൾ ലോസ് തന്നെയാണ് കിട്ടുക. അടുത്ത കേസിലാവുമ്പോൾ നമ്മൾ X² WCU ഈക്വൽ ടു W അയൺ ലോസ് എന്നാണ് കിട്ടുക. എക്സ് ആണ് അവിടെ കണ്ടുപിടിക്കുക, ഫ്രാക്ഷൻ ഓഫ് ലോഡ് എന്നുള്ളത്. X ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് WC ബൈ WCU. ഓക്കെ, അപ്പൊ ഇത്രയാണ് തൽക്കാലം എന്ന് പറയുന്നത്.
താങ്ക് യു. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം.